ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ട ജോഷി സാറിലൂടെ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ചില തത്വങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ടുള്ള ഒരു ഡിസോർഡേഴ്സ് ഉണ്ടാകാറുണ്ട്. ആ ഡിസോർഡേഴ്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാം. ആ ടൂളുകളിൽ TA ബിഹേവിയർ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പാത്തോളജി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. രോഗനിർണയം. രോഗം എന്ന് പറയുമ്പോൾ ഇവിടെ മാനസികമായ തലത്തിലുള്ള ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം എന്നാണ് ട്രാൻസാക്ഷൻ അനാലിസിസിനെ വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഡയഗ്നോസിസ് ഉണ്ട്. എറിക് ബേണിൻ്റെ സംഭാവനയായിട്ട് നമുക്കതിനെ കാണാം. അപ്പം അങ്ങനെയുള്ള രോഗനിർണയ രീതികളെ കുറിച്ചാണ് ജോഷ് സാർ ഇന്ന് സംസാരിക്കുന്നത്. TA പഠിച്ചവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കാണും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിഷയം തീർച്ചയായിട്ടും വളരെ ഹൃദ്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ടോപ്പിക്കായിട്ട് ഇതിനെ കാണാം. സോ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ജോഷ് സാറിനെയും. ജോഷ് സാറ് ഇൻഷുറൻസ് മേഖലകളിലെ റീജിയണൽ ഓഫീസറായിട്ട് കേരള ഘടകത്തിൻ്റെ ഇരുന്ന വ്യക്തിയാണ്. റിട്ടയർമെന്റിന് ശേഷം ഇപ്പോൾ സൈക്കോളജിയുടെ ഫീൽഡിലാണ് കൂടുതലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും തുടർന്ന് പഠനങ്ങൾ സൈക്കോളജിയുടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു, PG ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ മനുഷ്യനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ കൂടുതൽ അറിയാനുള്ള ഒരു ത്വരയിൽ തീർച്ചയായിട്ടും അത് നമുക്കും ഒത്തിരി ഗുണകരമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോഷ് സാറിനെ. ജോഷ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir. First of all, let me thank Sabu sir for giving me this platform as well as this opportunity to take this class. I also thank all the participants who have come over here, sparing their very valuable time for hearing me. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഡയഗ്നോസിസ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. സാബു സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ സാബു സാറിൻ്റെ സൈറ്റിൽ അതുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് സാബു സാർ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഒരു എന്നെ പറ്റി പല പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രോഡക്ഷൻ സാധനം കൊടുക്കുന്നതല്ലേ കൊടുക്കാം. ഞാൻ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ കേരള റീജിയണൽ മാനേജറായിരുന്നു. 2017 റിട്ടയറായി. അതിനുശേഷം മോസ്റ്റ്ലി പഠിപ്പിലും അതുപോലെ ട്രെയിനിങ്ങിലും ഒക്കെയാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചിട്ടുള്ളത്. ഞാൻ ബേസിക്കലി അക്കാഡമിക് സൈഡിൽ വരുമ്പോഴും ഞാൻ ഐ വാസ് MPhil ഇൻ Applied Economics from Cochin University. അതിനുശേഷം I passed my MBA in Human Resource Management. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തത്. അതിന് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. അതുപോലെ സാറ് പറഞ്ഞ പോലെ ഡിപ്ലോമ ഇൻ സൈക്കോളജി ട്രാൻസാക്ഷൻ അനാലിസിസ്, അത് ICTA എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊച്ചിനിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നിന്നാണ് ഡിപ്ലോമ പാസ്സായത്. അതിനുശേഷം ഇപ്പോൾ MA സൈക്കോളജിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ സൈഡ്. നിങ്ങൾക്കെല്ലാം അറിയാം, സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ്. അതിൽ പല സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, പല സെക്ഷൻസ് അതിലുണ്ട്. അതിൽ വൺ ഓഫ് ദി സെക്ഷനാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. ഇത് ഫൗണ്ട് ചെയ്തത് എറിക് ബേൺ എന്നുള്ള വിശ്വവിഖ്യാതനായിട്ടുള്ള ഗെയിംസ് പീപ്പിൾ പ്ലേ എന്നുള്ള ബുക്ക് എഴുതിയ ആ വ്യക്തിയാണ്. ആ ഒരു തോട്ടിലാണ് ഈ TA സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ക്ലാസ്. നിങ്ങൾക്കെല്ലാം അറിയാം, സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മെൻ്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ. മനസ്സിൻ്റെ തലങ്ങളിലുള്ള പ്രോസസ്സുകളും ബിഹേവിയറും പഠിക്കുന്നൊരു സംഗതിയാണ് സൈക്കോളജി. ഇപ്പോൾ സാറ് ചോദിച്ചു വാട്ട് ഈസ് പാത്തോളജി എന്ന് ചോദിച്ചു. എന്താണ് പാത്തോളജി? സാറ് തന്നെ ഉത്തരം പറഞ്ഞു എനിക്ക് തോന്നുന്നു അല്ലേ? പാത്തോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വാട്ട്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ കോസ് ആൻഡ് ഇഫക്ട്സ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസസ്. അതുപോലെ തന്നെ സൈക്കോളജിയിലുണ്ട് സൈക്കോപാത്തോളജി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിൻ്റെ തെറ്റായിട്ടുള്ള ബിഹേവിയറോ പാറ്റേൺസോ ഉണ്ടെങ്കിൽ അത് പഠിക്കുകയും അതിനുള്ള പ്രതിവിധികൾ കണ്ടുപിടിക്കുന്നതാണ് സൈക്കോപാത്തോളജി. അപ്പോൾ നമുക്കെല്ലാം അറിയാം, ട്രാൻസാക്ഷൻ അനാലിസിസിൽ
നമ്മളുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 3 സംഗതിയാണ്. ഒന്ന് നമ്മുടെ പാരന്റ് ഈഗോ സ്റ്റേറ്റ്, രണ്ടാമത് നമ്മളുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, മൂന്നാമത് നമ്മുടെ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. ഈ 3 ഈഗോ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഡയഗ്നോസിസിന് വേണ്ടി മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കും. വേറെ ഡയഗ്നോസിസുകളുണ്ട്, ഇതാണ് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ ഇവിടെ. അപ്പോൾ അതിൽ നമ്മളുടെ സൈക്കിക് സൈഡിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് തന്നെ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് വേണ്ടി എക്സ്പെരിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ മറ്റുള്ളവരത് ഉപയോഗിക്കുന്നത് നമുക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വേണം. പക്ഷെ നമ്മളെ തന്നെ നമ്മളിൽ ഇതുണ്ടോ, ഈ പ്രശ്നമുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ. സാധാരണ സൈക്കോളജിക്കലായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഈഗോ സ്റ്റേറ്റ്സിന്റെ കണ്ടാമിനേഷൻ കൊണ്ടാണ്. എന്താണ് കണ്ടാമിനേഷൻ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ എന്താണ് കണ്ടാമിനേഷൻ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമോ കണ്ടാമിനേഷൻ? സയന്റിഫിക് ആയിട്ടുള്ള സൈഡിലുള്ളവരാണെങ്കിൽ അങ്ങനെയും പറയാം. കണ്ടാമിനേഷൻ, ജനറലി വാട്ട് ഈസ് കണ്ടാമിനേഷൻ? ആരും വരുന്നില്ല. ഈ എയറെല്ലാം കണ്ടാമിനേറ്റഡ് ആവുകയെന്ന് പറയില്ല, ഇങ്ങനെ വിഷം നിറയുക അല്ലെങ്കിൽ. അത് തന്നെ, എക്സാക്ട്ലി, യു ആർ റൈറ്റ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു വളരെ പ്യുവർ ആയിട്ടുള്ള വെള്ളത്തിന്റെ സ്ട്രീം പോകുന്നതിലേക്ക് ഒരു ചളി വെള്ളത്തിന്റെ സ്ട്രീം ഇറക്കി വിട്ടാൽ വാട്ടർ ഗെറ്റ്സ് കണ്ടാമിനേറ്റഡ്. ഇതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജി, അതിലേക്ക് തെറ്റായിട്ടുള്ള ചില പാറ്റേൺസ് കയറി വരുമ്പോൾ അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് മെയിനായിട്ട് ഈ കണ്ടാമിനേഷനെ പറ്റി ആദ്യം പഠിക്കാം. അതുപോലെ തന്നെ വേറെ ഒന്നാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ചില എന്താ പറയുക ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടാകില്ല. ചിലർക്ക് പാരന്റ് ഉണ്ടാകില്ല, ചിലർക്ക് അഡൾട്ട് ഉണ്ടാകില്ല, ചിലർക്ക് ചൈൽഡ് ഉണ്ടാവില്ല. പാരന്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും പാരൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു കമാൻഡിങ് ആയിട്ടോ മറ്റുള്ളവരെ ഒന്ന് ലീഡ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒരു പാരന്റൽ ഇത് അവർക്കുണ്ടാകില്ല. ചിലർക്ക് മുഴുവനും അഡൾട്ടായിരിക്കും, ഏത് സമയവും കമ്പ്യൂട്ടർ പോലെ ആയിരിക്കും അവർ സംസാരിക്കാൻ ബോറന്മാരായിരിക്കും അവരിങ്ങനെ ഒരു ഫണ്ണും ഇല്ലാതെ ജീവിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ വേറെ ചിലർക്ക് ചൈൽഡ് ഉണ്ടാവില്ല, ചൈൽഡ് ഉണ്ടാവില്ല, ചിലർക്ക് ചൈൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചൈൽഡ് മാത്രമുള്ളവർക്ക് എപ്പോഴും ഫണ്ണായിരിക്കും, തമാശകൾ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ഐ ഹാവ് ഗോട്ട് എ PPT, ഞാനത് പ്രസന്റ് ചെയ്യാം. യെസ്, ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? യെസ് യെസ്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയ ഭാഗങ്ങളാണ്. സൈക്കോളജി, പാത്തോളജിയും അനോമലിസിസ് ഓഫ് സൈക്കോളജിക്കൽ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞതാണ്. കണ്ടാമിനേഷനിലേക്കാണ് വന്നത്. അപ്പം 3 തരത്തിലുള്ള കണ്ടാമിനേഷൻ ഉണ്ട്. പാരന്റ് കണ്ടാമിനേഷൻ, ചൈൽഡ് കണ്ടാമിനേഷൻ, ഡബിൾ കണ്ടാമിനേഷൻ. ഇതിന് ഞാനൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അല്ലെ? സൈക്കോളജി TA പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇത് 3 സെറ്റ് ഓഫ് ഈഗോ സ്റ്റേറ്റ്സ് ആണ്. 3 ആളുകളുടെ 3 സെറ്റ് ഓഫ് ഈഗോ സ്റ്റേറ്റ്സ് ആണ്. ഒരാളുടെ പാരന്റ് ഈസ് കണ്ടാമിനേറ്റഡ് ടു അഡൾട്ട്. അപ്പോൾ ഈ കണ്ടാമിനേഷൻ ആർക്കാ വരുന്നത് എന്ന് ചോദിച്ചാൽ അഡൾട്ടിലാണ് കണ്ടാമിനേഷൻ വരുന്നത്. കാരണം അഡൾട്ട് ഈസ് സപ്പോസ് ടു ബി ദ റിയാലിറ്റി ചിന്തിക്കുകയും ഹിയർ ആൻഡ് നൗവിൽ ചിന്തിക്കുകയും പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുകയും ചെയ്യുന്ന ആളാണ് അഡൾട്ട് എന്ന് പറയുന്നത്. അയാൾ എപ്പോഴും റാഷണലായിട്ട് ചിന്തിക്കുകയുള്ളൂ. അയാളുടെ ബിഹേവിയറും എല്ലാം റാഷണൽ ആയിരിക്കും. അപ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആകുമ്പോഴാണ് ഈ കണ്ടാമിനേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ പാരന്റ് കൂടുതലായിട്ട് ജംബിൾഡ് ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ നമുക്ക് ആ സ്പോട്ടഡ് ലൈനിൽ കാണാം, പാരന്റ് അഡൾട്ടിൽ ജംബിൾഡ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണത് പാരന്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഈഗോ സ്റ്റേറ്റിന്റെ സെറ്റിൽ ചൈൽഡ് അഡൾട്ടിൽ ഒന്ന് കണ്ടാമിനേറ്റഡ് കിടക്കുകയാണ്. മൂന്നാമത് വരുന്നത് ഡബിൾ കണ്ടാമിനേഷൻ ആണ്. ഒന്ന് പാരന്റ് കണ്ടാമിനേഷൻ അവർക്കുണ്ട്, ചൈൽഡ് കണ്ടാമിനേഷൻ ഉണ്ട് അവർക്ക്. ഇപ്പം ഇതിൽ പാരന്റ് കണ്ടാമിനേഷൻ 2 തരത്തിലുള്ള കണ്ടാമിനേഷൻ ഉണ്ടാകാം. ഒന്ന് പ്രജുഡീസ് കൊണ്ട്. പാരൻസിന് പൊതുവെ നിങ്ങൾക്കറിയാം ചില ബിലീഫുകൾ ഉണ്ടാവും അല്ലേ, ചില കടുംപിടുത്തങ്ങൾ ഉണ്ടാവും, ചില ഒരു കർശന ബുദ്ധി ഉണ്ടാവും, അവരുടെ പ്രജുഡീസുകൾ ഉണ്ടാവും. അതിൽ നിന്നാണ് ഈ കണ്ടാമിനേഷൻ കുട്ടികൾക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ അഡൾട്ടിൽ ഇത് കണ്ടാമിനേറ്റായി കിടക്കുമെന്ന് പറയുന്നത്. രണ്ടാമത് സൂപ്പർസ്റ്റിഷ്യൻസ് ആണ്.
കണ്ടാമിനേഷനിൽ. എന്താ സൂപ്പർസ്റ്റിഷൻ? ആരെങ്കിലും പറയാവോ സൂപ്പർസ്റ്റിഷൻ എന്താണെന്ന്? അന്ധവിശ്വാസം. അന്ധവിശ്വാസം. ഈ പേരൻസും ഒക്കെ പഴയ തലമുറയിൽ നിന്ന് പകർന്നു വിട്ടുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. ആ അന്ധവിശ്വാസങ്ങൾ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് പകർന്നു കൊടുത്ത് അവർ പിന്നെ വലുതാകുമ്പോൾ അവരുടെ അഡൾട്ടായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ സൂപ്പർസ്റ്റിഷൻ ഒരു ഇൻഫ്ലുവൻസ് വരുന്ന പറയും. ഇപ്പം നമുക്ക് പറയാം അല്ലേ, വീട്ടിൽ കണ്ണാടി ചില്ല് പൊട്ടിപ്പോയി, 7 തലമുറയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പറയാം ഇല്ലേ? അതുപോലെ കടുക്, പാത്രത്തിൽ കടുക് ചിതറിപ്പോയാൽ എന്തുണ്ടാവും? വീട്ടിൽ കലഹം ഉണ്ടാവും ഇല്ലേ? എല്ലാം സൂപ്പർസ്റ്റിഷ്യൻസ് ആണ്. ഒന്നും തിയറിറ്റിക്കലായിട്ട് പറഞ്ഞാൽ ഒരു സയന്റിഫിക് ബേസും ഇല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയുള്ള ഷി റൈറ്റ്ലി പോയിന്റഡ് ഔട്ട്, ഇറ്റ് ഈസ് അന്ധവിശ്വാസം. ഇതൊക്കെ ലേൺഡ് ആണ്, പാരൻസിൽ നിന്നും ഒക്കെ ലേൺഡ് ആണ് അതൊക്കെ. ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു റേസിനെ പറ്റിയായിരിക്കാം, പ്രജുഡീസസ് അഗെയിൻസ്റ്റ് റേസ് അല്ലേ? ഈ ബ്ലാക്സിനെ പറ്റിയിട്ട് ഒരുപാട് പ്രജുഡീസ് ഉണ്ടായിരുന്നു വൈറ്റ്സിന് അല്ലേ? അപ്പം അതുപോലുള്ള അന്ധവിശ്വാസങ്ങളും ഈ പ്രജുഡീസുകളും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം ഈ ഇന്ത്യയിൽ അത്രയില്ല, കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജനിച്ചു വന്നത്. നേരെ മറിച്ച് ഫോറിൻ രാജ്യങ്ങൾ, അമേരിക്കയിൽ ഇപ്പോഴും ഉള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ളത് വെച്ച് പുലർത്തുന്നുണ്ട്. ഈ അപ്പാർത്തൈഡ്, റേസിസം ഇതൊക്കെ വെച്ച് പുലർത്തുന്നവരുണ്ട്. ഇവിടെയുണ്ട് റേസിസം, ഇവിടെയുണ്ട്. പിന്നെ വരുന്നതാണ് പ്രജുഡീസസ് ആൻഡ് റോങ് ബിലീഫ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഇത്, എങ്ങനെയാണ് അത് ഡയലോഗ് എങ്ങനെയാണെന്നുള്ള ചെറിയൊരു ഇത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ചൈനീസ് ആർ ഫെറോഷ്യസ് ആൻഡ് ഡിസിപ്ലിൻഡ്. എന്തു പറയുന്നു? ശരിയാണോ? ചൈനക്കാർ മുഴുവനും ഇങ്ങനെ ഫെറോഷ്യസും വളരെ ഡിസിപ്ലിൻഡ് ആൾക്കാരാണ്. നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അവരിലും ഉണ്ട് ഫെറോഷ്യസ് അല്ലാത്തവരും ഡിസിപ്ലിൻഡ് അല്ലാത്തവരും അവിടെയുണ്ട്. വുമൺ ഡോണ്ട് തിങ്ക്, ദേ ആർ ഇമോഷണൽ. കാരണം അവർ പറയുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ വേറെ ആളുകൾ പറയുന്നതാണ്, സ്ത്രീകൾക്ക് ചിന്താശേഷിയില്ല, ചിന്തിക്കുന്നില്ല അവര്, എപ്പോഴും ഫീലിങ്സ് മാത്രമേ ഉള്ളൂ, ഇമോഷണലാണ് അവര്. ശരിയാണോ അത്? അതൊരു പ്രജുഡീസാണ്, അത് സ്ത്രീകൾക്കെതിരായിട്ട് പ്രജുഡീസാണ്. കാരണം ഇതുപോലെ ചിന്തിക്കുന്ന മഹത് സ്ത്രീകൾ ഇപ്പൊ ലോകത്തുണ്ട്. അപ്പം അതൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഗതി ഇറക്കി വിടുന്നത്. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ ഈ അഡൾട്ടായിട്ടുള്ള മകൻ ഒരുപക്ഷെ അതിലേക്ക് കയറി വരും ഇങ്ങനെ ഒരു ചിന്താഗതി. ഈ സ്ത്രീകൾ ഇവിടെ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ, ഇവിടെ എപ്പോഴും ഫീലിംഗ് മാത്രമല്ലല്ലോ, ഇവിടെ ഇമോഷണൽ മാത്രമല്ലല്ലോ, നീ എന്താ ചിന്തിക്കാത്തേ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പം അത് ഇങ്ങനെയുള്ള പ്രജുഡീസിൽ കയറി വരും. ചിലർ പറയും, ഒരു അന്ധവിശ്വാസമാണത്, ഓൾ സെയിൻസ് ഹാവ് വൈഡ് ആൻഡ് ഷൈനിങ് ഐസ്. എല്ലാ വിശുദ്ധന്മാർക്കും അല്ലേ വളരെ വൈഡും വളരെ തിളങ്ങുന്ന കണ്ണുകളും പരിവേഷമുള്ളവരാണ്. ഒന്നും പറയാനില്ല അല്ലേ, അന്ധവിശ്വാസങ്ങളാണ്. ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺസ് ആർ മോർ ബ്രില്യൻറ്റ് ദാൻ റൈറ്റ് ഹാൻഡഡ്. ചിലർ പറയും റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആളുകൾ ബ്രില്യൻ്റ് അല്ലാണ്ടല്ല, ലെഫ്റ്റ് ഹാൻഡ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പം ബിൽ ക്ലിൻറ്റൺ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു, പുള്ളി ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു, സൈൻ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈവൻ ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണ്, ചെറുപ്പത്തിൽ എഴുതിക്കൊണ്ടിരുന്നതൊക്കെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് മാറി റൈറ്റ് ഹാൻഡിലേക്ക് വന്നതാണ്. അപ്പോൾ ഒരു ജനറലൈസേഷൻ പറ്റില്ല, കാരണം റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ളവരും ലെഫ്റ്റ് ഹാൻഡ് ഈക്വലി ബ്രില്യൻ്റ് ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, കടുക് അല്ലേ ചിതറിപ്പോയാൽ വീട്ടിൽ കലഹം ഉണ്ടാകും, അല്ലെങ്കിൽ കണ്ണാടി പൊട്ടിപ്പോയാൽ 7 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ബാഡ് ലക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ചിലർ പറയും സ്ത്രീകൾ ജോലിക്ക് പോയാൽ അവരുടെ കുട്ടികളെ ശരിയായി വളർത്താൻ പറ്റില്ല അവർക്ക്. തെറ്റായിട്ടുള്ള ധാരണ. എത്രയോ ആളുകളുടെ സ്ത്രീകളുടെ മക്കള് വളരെ ബ്രില്യൻ്റ് ആയിട്ട് റാങ്ക് ഹോൾഡേഴ്സും വളരെ ഗ്രേറ്റർ ലെവലിൽ. അപ്പം ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് പ്രജഡീസും അതുപോലെ റോങ് ബിലീഫ്സും ആണ്, സൂപ്പർസ്റ്റിഷ്യൻസും ആണ്. പിന്നെ ചൈൽഡ് പ്രശ്നങ്ങളാണ്. അവിടെ ചൈൽഡുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഗതിയാണ് ഫോബിയ. ഫോബിയ എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഫോബിയ? ആരെങ്കിലും പറയാമോ? അൺമ്യൂട്ട് ചെയ്ത് പറയാമോ ഫോബിയ എന്താന്ന്? ഫോബിയ എന്ന് പറയുമ്പോൾ കാരണമായ ഒരു പേടി. അതെ അതെ, അത് ചില വസ്തുക്കളോടാവാം, ചില സാഹചര്യങ്ങളോടാവാം, അങ്ങനെ ഡിപ്പെൻസ്. യെസ്. ഇവിടെ ഞാനൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട് ഒരു ഫോബിയയുടെ. എന്ത് ഫോബിയ? ഞാൻ അരാക്കനോ ഫോബിയ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ? ചില കുട്ടികൾക്ക് എട്ടുകാലികളോട് ഭയങ്കര ഭയമുണ്ട്. എട്ടുകാലികൾ അവ പാവങ്ങളാണ്, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ചിലന്ത് വല കെട്ടി ജീവിക്കുന്നവരാണ്. പക്ഷെ കുട്ടികൾക്ക് അവരെ കണ്ടാൽ ഭയങ്കരമായിട്ടുള്ള പേടി അല്ലേ? അതുപോലെ നൈക്ടോഫോബിയ, ഇരുട്ട് കണ്ടാൽ പേടിക്കുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഫോണോഫോബിയ, സൗണ്ട് കേട്ടാൽ പേടിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഫോബിയകളാണ്. ഇതൊക്കെ ഈ കുട്ടിയുടെ
മൈൻഡിലേക്ക് അവരുടെ ചെറുപ്പത്തിലെ അവർ ചിൽഡ്രൻ ആയിരിക്കുമ്പോൾ ചൈൽഡ് ആയിരിക്കുമ്പോൾ കടത്തിവിട്ടുള്ള ചില സംഗതികളിൽ നിന്നുണ്ടാകുന്നതാണ് ഈ അരാക്കനോഫോബിയോ നൈറ്റോഫോബിയോ അല്ലെങ്കിൽ ഫോണോഫോബിയോ ഒക്കെ വരുന്നത് അങ്ങനെയാണ്. പിന്നെയുള്ളതൊന്നാണ് ഡെലൂഷൻ. കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഡെലൂഷൻ. എന്താണ് ഡെലൂഷൻ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ അൺമ്യൂട്ട് ചെയ്ത്? അൺഷേക്കബിൾ ഇറേഷണൽ ബിലീവ്സ്. യെസ്. അത് ആയിരിക്കില്ല, പക്ഷെ അവർ അങ്ങനെയാണെന്ന് അവർ വിശ്വസിക്കും. ആര് പറഞ്ഞാലും കൺവിൻസ്ഡ് ആവില്ല, തെളിവെടുത്ത് പറഞ്ഞാലും കൺവിൻസ്ഡ് ആയിരിക്കില്ല. ഇതും അവർക്ക് ഈ ഡെലൂഷൻസ് ഒക്കെ കിട്ടുന്ന ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. അവര് വിചാരിക്കുന്ന അവര് റിയലായിട്ട് വിചാരിക്കുന്നതാണ് റിയൽ, പക്ഷെ ശരിക്കും ഒരു അൺറിയൽ ആയിരിക്കും. ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇയാൾ കണ്ണാടി നോക്കിയിട്ട് അയാൾ ആലോചിക്കുകയാണ് അയാളുടെ മസിലൊക്കെ ഉള്ള ഒരാളാണെന്ന് അയാൾക്ക് മനസ്സുകൊണ്ട് ഇങ്ങനെ വരികയാണ് ആ കണ്ണാടി നോക്കിയിട്ട്. അല്ലെങ്കിൽ ഫാന്റസീസ് ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന ഫാന്റസീസ്, ഇതൊക്കെ അത് തന്നെയാണ് ഇതെല്ലാം. അപ്പോ ചില കുട്ടികളുണ്ട്, ഐ ആം നോട്ട് ബ്യൂട്ടിഫുൾ, എനിക്ക് ഭംഗിയില്ല. ഒരു ഡെലൂഷനാണ്. ചെറുപ്പത്തിലെ ആരോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അഗ്ലിയാന്നോ എന്തെങ്കിലും പറഞ്ഞു കാണും. ആ കുട്ടിയെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒന്നാണ് ഐ ആം നോട്ട് ബ്യൂട്ടിഫുൾ. പീപ്പിൾ ഡോണ്ട് ജസ്റ്റ് ലൈക്ക് മീ, എന്നെ ആർക്കും ഇഷ്ടമില്ല. ഐ എം അഫ്രൈഡ് ഓഫ് സ്പീക്കിംഗ് ഇൻ പബ്ലിക്. ശരിക്കും ആ കുട്ടിക്ക് മനസ്സ് വെച്ചാൽ പ്രസംഗിക്കാനോ ഒക്കെ പബ്ലിക്കിൽ പ്രസംഗിക്കാനോ ഒക്കെ സാധിക്കും. പക്ഷെ അത് എന്തുകൊണ്ടോ ചെറുപ്പത്തിലേ കിട്ടിയിട്ടുള്ള ചില മെസ്സേജസ്, സം പാരന്റൽ മെസ്സേജസ് ആവാം, അതർ മെസ്സേജസ് ആവാം, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഐ മസ്റ്റ് പ്ലീസ് എവരി വൺ, ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചാൽ മാത്രമേ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. തെറ്റായിട്ടുള്ള ധാരണ അല്ലേ? അതൊക്കെ ഡെലൂഷൻസിൽ പെട്ടതാണ്. ഐ ആം എൻ ഇൻഫീരിയർ ആൻഡ് നോട്ട് സ്മാർട്ട്. ഐ ബ്രിങ് മിസ്ഫോർച്യൂൺ ടു ദോസ് ഐ ലവ്. ഞാൻ സ്നേഹിക്കുന്നവർക്ക് ദുഃഖം മാത്രമേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഡെലൂഷനാണ്. ഇതൊക്കെ അടുത്തത് ഡബിൾ കണ്ടാമിനേഷൻ. അതിൽ എക്സാമ്പിൾസ് ആണ്. ഒരു സൈഡിൽ പാരന്റ് കണ്ടാമിനേഷൻ, അതർ സൈഡിൽ ചൈൽഡ് കണ്ടാമിനേഷൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പാരന്റ്, മെൻ ആർ നോട്ട് ടു ബി ട്രസ്റ്റഡ്. അതൊരു ബിലീഫാണത്. മെൻ ആർ നോട്ട് ടു ബി ട്രസ്റ്റഡ്. അതിനോടൊപ്പം തന്നെ അയാൾ ചിന്തിക്കുകയാണ് ഐ ഡോണ്ട് ട്രസ്റ്റ് മെൻ. ചില കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് മാനസികമായിട്ട് പുരുഷന്മാരോട് ഒരു അകൽച്ച തോന്നാനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള ഒരു കണ്ടാമിനേഷനാണ്. അതുപോലെ ഇഫ് യു ലവ് ടു മച്ച് യു വിൽ ഹാവ് ടു ക്രൈ ടുമാറോ എന്ന് പറഞ്ഞാൽ അതൊരു പാരന്റ് ചെയ്ത് വരുന്നതാണ്. അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുകയാണ്, നീ അധികം ചിരിക്കല്ലേ, നാളെ നിനക്ക് ദുഃഖിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ അയാളുടെ ചൈൽഡ് കണ്ടാമിനേഷൻ, ഐ ബ്രിങ് ബാഡ് ലക്ക് ടു ദോസ് ഐ ആം ഹാപ്പി വിത്ത് ആൻഡ് ലവ്. ഞാൻ സ്നേഹിക്കുന്നവർക്കൊക്കെ ദുഃഖം മാത്രമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ എന്നുള്ള ആ ചിന്താഗതി. രണ്ടും ഡബിളാണ്. നത്തിങ് കംസ് ഫ്രീ ഇൻ ലൈഫ്. ഒരു ബിലീഫാണത്. ശരിക്കും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നമുക്ക് ലോകത്തിൽ? ആരെങ്കിലും ഒന്ന് പറയാവോ? ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഓക്സിജൻ. യെസ്, ഓക്സിജൻ, വാട്ടർ, മെനി തിങ്, മൈ ലവ്, പാരന്റൽ ലവ്, അങ്ങനെ ഒരുപാട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഈ അടുത്തൊരു വാട്സാപ്പ് മെസ്സേജ് കണ്ടിരുന്നു. അതിൽ പറയുന്നത് നത്തിങ് ഈസ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. വാട്സാപ്പ് ഈസ് നോട്ട് ഫ്രീ. ഫ്രീ ആണെന്ന് എഴുതിയാലും നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഇന്റർനെറ്റ്, നിങ്ങളുടെ കൾച്ചർ, എല്ലാത്തിനും കോസ്റ്റ് ഉണ്ട്. അതുപോലെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അതൊക്കെ അതിന് കോസ്റ്റ് ഉണ്ടെന്ന് ഒരാൾ എന്നോട് പറയാറ്. നത്തിങ് ഈസ് ഫ്രീ. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തു, നോട്ട് സോ, സർട്ടൺ തിങ്സ് ആർ ഫ്രീ ഇൻ ദിസ് വേൾഡ്. കുറെ കഴിയുമ്പോൾ വെള്ളം കോസ്റ്റ്ലി ആവും, അത് പറയാൻ പറ്റില്ല, ഇപ്പം പറയാൻ പറ്റില്ല. അതുപോലെ അതിലുള്ള ചൈൽഡ് ഇതിന് വരുന്ന സ്റ്റേറ്റ്മെന്റ്, ഐ ഹാവ് നെവർ റിസീവ്ഡ് എനിത്തിങ് ഫ്രീ. കുട്ടി പറയാൻ എനിക്ക് ഒന്നും ഇതുവരെയും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അതും അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡബിൾ കണ്ടാമിനേഷൻ അവിടെ വരികയാണ്. എല്ലാ സമ്മാനങ്ങൾക്കും ഒരു ദുരുദ്ദേശമുണ്ട്. അച്ഛന്മാർ പറഞ്ഞു കൊടുക്കും, മോനെ നീ അങ്ങനെ സമ്മാനങ്ങളെല്ലാം കിട്ടുന്നതെന്ന് ഏറ്റുവാങ്ങാൻ നിൽക്കണ്ട, എല്ലാ സമ്മാനത്തിനും ഒരു ദുരുദ്ദേശമുണ്ട്. അച്ഛൻ്റെതാണ്, പാരന്റ് കണ്ടാമിനേഷനാണ് അവിടെ. അപ്പം കുട്ടിയുടെ മനസ്സിൽ ചൈൽഡ് സ്റ്റേറ്റിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പം അയാൾ പറയാണ്, എന്ന് ഒരു സമ്മാനം തന്നാലും അവരെന്നെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രം, എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് തരുന്നത്. അപ്പം അത് ചൈൽഡ്. അപ്പോൾ ഡബിൾ. പിന്നെ മദേഴ്സ് ആർ ഓൾവേസ് ഗുഡ്, മൈ മദർ ഇസ് വിൽ നോട്ട് ഡു എനിത്തിങ് റോങ് ടു മീ. ഇങ്ങനെയുള്ള ഇതൊക്കെ ഡബിൾ കണ്ടാമിനേഷൻ ആണ്. അടുത്ത ഞാൻ പറഞ്ഞത് എക്സ്ക്ലൂഷനാണ്. എക്സ്ക്ലൂഷൻ ആൻഡ് കോൺസ്റ്റന്റ്, ഈ രണ്ട് ആസ്പെക്റ്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് എക്സ്ക്ലൂഷൻ? ചില ആളുകൾക്ക് ചില ഈഗോ സ്റ്റേറ്റ് എക്സ്ക്ലൂഡഡ് ആയിരിക്കും. ഷട്ടിങ് ഔട്ട് വൺ ഓർ മോർ ഈഗോ സ്റ്റേറ്റ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്ക് പാരന്റ് ഉണ്ടാകില്ല. ഇപ്പം പോലീസാകാൻ പോയി അയാളെ നോക്കുമ്പോൾ, സൈക്കോളജിക്കലി ടെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അറുത്തു മുറിച്ച് ഒരു കാര്യം പറയാൻ അറിയില്ല, അയാൾക്ക് സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പം അവൾക്ക് പാരന്റ് ഇല്ല. ചിലരുടെ പ്രശ്നമാണത്.
ചിലർക്ക് അഡൾട്ട് ഇല്ല, റാഷണലായിട്ട് ചിന്തിക്കില്ല, എന്നും സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടൊക്കെ ചിന്തിക്കുക, റാഷണലായിട്ട് ഒരിക്കലും ചിന്തിക്കുക, റിയാലിറ്റിയെ പറ്റി അറിയില്ല, ഹിയർ ആൻഡ് നൗവിൽ നിന്ന് സംസാരിക്കില്ല. അവർക്ക് അഡൾട്ട് ഇല്ല, അവരുടെ ആ പേഴ്സണാലിറ്റിയിൽ അഡൾട്ട് ഇല്ല. അതൊരു ഡിഫോമിറ്റിയാണത് പേഴ്സണാലിറ്റിയുടെ. അടുത്ത് ചൈൽഡ് ഇല്ലാത്തവർ. ചൈൽഡിൽ എന്ത് സംഭവിക്കും? ഒരിക്കലും ഒരു ഫണ്ണോ ഒരു ക്രിയേറ്റിവിറ്റിയോ ഒന്നും ആ ആൾക്കുണ്ടാവില്ല. അപ്പം അത് ഇതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻസ് അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് എന്ന് പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് എക്സ്ക്ലൂഡഡ് എന്ന് പറയുന്നത്. ഇവരൊക്കെ അവരുടെ പെരുമാറ്റങ്ങളൊക്കെ സ്റ്റീരിയോ ടൈപ്ഡ് ആയിരിക്കും. അവരെന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഈ എക്സ്ക്ലൂഡഡ് പാരന്റ് ആയാലുള്ള പ്രശ്നങ്ങൾ ഇതാണ്. പാരന്റ് ഇല്ല അയാൾക്ക്, അപ്പോൾ എന്തുണ്ടാവും? ഒരു കലാമിറ്റി, ഒരു അനാർക്കി പോലെ ആയിരിക്കും അല്ലേ? ദേ മേക്ക് ദെയർ ഓൺ റൂൾസ്. അവരവരുടെ നിയമങ്ങൾ അവർ തന്നെ ഉണ്ടാക്കും. ദേ ട്രിക്ക് പീപ്പിൾ. മറ്റുള്ളവരെ സൂത്രത്തിൽ ചതിക്കാൻ നോക്കും. അല്ലെങ്കിൽ അവർ നോൺ റിഗ്രറ്റിംഗ് ആയിരിക്കും. അപ്പോൾ വാല്യൂസ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ എക്സ്ക്ലൂഡഡ് അഡൾട്ട് എക്സ്ക്ലൂഡഡ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അയാൾക്ക് എന്നും പാരന്റ് ചൈൽഡ് ഡയലോഗ് മാത്രമേ അയാൾക്ക് ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു റാഷണലായിട്ട് ചിന്തിക്കില്ല അവർ. അതുപോലെ ചില എക്സെൻട്രിക് ബിഹേവിയറും കാണിക്കും അല്ലേ? ചില ഫൺ ലവിങ് ആയിട്ടുള്ള ചില എക്സെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയർ അവർ കാണിക്കും. അതുപോലെ ചൈൽഡ് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെ സീരിയസ് ആയിരിക്കും. ഫണ്ണേ ഉണ്ടാകില്ല, ലാക്ക് ഓഫ് ഇമോഷൻ ഉണ്ടാവില്ല. ലാക്ക് ഓഫ് ഇമോഷൻ ആയിരിക്കും. അവർ ഇമോഷൻ ഉണ്ടാകും. ഇമോഷൻ കുട്ടികൾക്കാണല്ലോ ആ ചൈൽഡ് എക്സ്പീരിയൻസ് എന്നാണല്ലോ അതൊക്കെ ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അവർക്ക് ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നും മനസ്സിൽ ഉണ്ടാകില്ല. ഇതാണ് അതിൽ നിന്നുള്ളൊരു പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞ അടുത്തതാണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെപ്പോഴും ഒരു കോൺസ്റ്റന്റ് സ്റ്റേറ്റിലായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഈഗോ സ്റ്റേറ്റിലായിരിക്കും. കാരണം അവർക്ക് മറ്റ് ഇതുകളൊന്നും വർക്ക് ചെയ്യില്ല. എവിടെ പോയാലും നിയമവശങ്ങളെ പറ്റി പറയുക, റൂൾസിനെ പറ്റി, റെഗുലേഷനെ പറ്റി പറയുക, അത് മാത്രമേ ഉള്ളൂ. സംസാരിക്കും മുഴുവൻ അത് മാത്രമേ ടോപ്പിക്കിലുള്ളൂ. മറ്റുള്ളവർ ഉപദേശിക്കാൻ നിൽക്കുക, അങ്ങനെ എല്ലാം എപ്പോഴും ബിലീഫും അയാളുടെ വാല്യൂ എന്താന്ന് പറയുക, പ്രസംഗിക്കാൻ നിൽക്കുക, മറ്റുള്ളവരായിട്ട് റീച്ച് ചെയ്യുക, ഇതൊക്കെയാണ് അവർക്കുണ്ടാവും. കോൺസ്റ്റന്റ് പാരന്റാ. ചിലർ പറയും, ഓ അത് ശരിയല്ല അയാള്, ആ പുള്ളിക്കാരെ എപ്പോൾ വന്നാലും എന്നെ ഉപദേശിക്കാൻ നിൽക്കും. കോൺസ്റ്റന്റ് പാരന്റ്. അവർക്ക് മറ്റ് ഈഗോ സ്റ്റേറ്റ്സ് ഒന്നും ഇല്ല. അവർ കോൺസ്റ്റന്റ് അഡൾട്ട്. ഈ കോൺസ്റ്റന്റ് അഡൾട്ട് ആയുള്ള പ്രശ്നം നമുക്കറിയാം. അവര് ശരിക്കും ഒരു കമ്പ്യൂട്ടർ പോലെ ആയിരിക്കും അല്ലേ? ഇപ്പൊ അവരെ കോൺസ്റ്റന്റ് അഡൾട്ട് ആയിട്ടുള്ളവരെ കല്യാണം കഴിച്ചാൽ സ്ഥിതി എന്തായിരിക്കുന്നത് നമുക്കൊന്നും ഒരു ഫണ്ണും ഇല്ല, ഒരു ഹാപ്പിനെസ്സോ ഒരു പിക്നിക്കോ ഇല്ല. അവർ എന്നും ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. അവരെല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ പോലെ പെരുമാറുള്ളൂ അല്ലേ? അതുപോലെ കോൺസ്റ്റന്റ് ചൈൽഡ്, എന്നും തമാശകളും ഇത് മാത്രമുള്ള ആ സ്റ്റേജാണ് കോൺസ്റ്റന്റ്. അപ്പോൾ അവർ ഓൺലി വൺ ഈഗോ സ്റ്റേറ്റ് വിൽ ബി എനർജൈസ്ഡ് അറ്റ് ദാറ്റ് ടൈം. ഒരു സമയത്ത് ഒരു ഈഗോ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ അതിൻ്റെ കോൺസ്റ്റന്റ് പാരന്റിന്റെ ഒരു ക്വാളിറ്റീസ് എഴുതിയിരിക്കുകയാണ്. അവർ വളരെ റിജിഡ് ആയിരിക്കും, വളരെ ജഡ്ജ്മെന്റൽ ആയിരിക്കും, വളരെ സീരിയസ് ആയിരിക്കും, അവരൊരു കൺട്രോളിങ് ആയിരിക്കും ചിലർ. അല്ലെങ്കിൽ ഇപ്പം നർച്ചറിങ് പാരന്റ് ആണെങ്കിൽ ഹെൽപ്പിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രീച്ചിങ് ആയിരിക്കും. എപ്പോഴും പ്രസംഗങ്ങൾ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു അതോറിറ്റേറിയൻ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും കടുംപിടുത്തമുള്ളവരും ഡോഗ്മാറ്റിക് ആയിരിക്കും. അതുപോലെ വളരെ ട്രഡീഷണൽ, എല്ലാം പഴയ ട്രഡീഷണൽ മെത്തേഡാണ് അവരെ ഉപയോഗിക്കുക. ഇതാണ്. അതുപോലെ കോൺസ്റ്റന്റ് അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവരെ ബോറിംഗ് ആയിരിക്കും അല്ലേ? അവരെ അങ്ങനെ ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്ന സ്ത്രീക്ക് പലപ്പോഴും ബോറടി ആയിരിക്കും. കാരണം അവർ എന്തിലും പാഷനേറ്റ് അല്ല, അവരെപ്പോഴും ഹിയർ ആൻഡ് നൗ അത് മാത്രമേ ഉള്ളൂ. ഒരു ഫണ്ണില്ല, ഒരു റോബോട്ട് ടൈപ്പ് ആയിരിക്കും. അവരെപ്പോഴും ഒരു ഡാറ്റ പ്രോസസ്സിങ് ആയിരിക്കും. എന്ത് കാര്യവും ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഉള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിരിക്കും നോക്കുക. അതിലെ ഇമോഷൻസോ ഫീലിങ്സോ എടുക്കാനായിട്ട് അവർ ശ്രമിക്കില്ല. അതുപോലെ കോൺസ്റ്റന്റ് ചൈൽഡ് എപ്പോഴും ഇമ്മച്യൂർ ആയിരിക്കും. അവർ സംസാരത്തിലൊക്കെ വളരെ ഇമ്മച്യൂർഡ് ആയിരിക്കും, ഹിസ്റ്ററിക്കലായിരിക്കും ചിലപ്പോൾ. കാരണം കരയുന്ന വലിയ ഇതിൽ കരയുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സെൽഫിഷ്. പല കുട്ടികൾക്കും ഫ്രീ ഇതുണ്ടല്ലോ, ഫ്രീ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അവർ ബേസിക്കലി സെൽഫിഷ് ആയിരിക്കും. കാരണം അവരുടെ നീഡ് മാത്രമേ അവർക്ക് നോട്ടുണ്ടാവുള്ളൂ, അവരുടെ നീഡ് മാത്രമേ അവർക്ക് നോക്കാനുള്ളൂ. അവർ പലപ്പോഴും കോൺസ്റ്റന്റ് ചൈൽഡ് ഡിപ്പെൻഡബിൾ ആയിരിക്കും, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും, ഇറസ്പോൺസിബിൾ ആയിരിക്കും, ഇമ്പൾസീവ് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും അവരെല്ലാം. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഡയഗ്നോസിസ് ചെയ്യുക? ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ മെൻ്റൽ തലത്തിലുള്ള, മാനസിക തലത്തിലുള്ള ഈ ഡിഫോമിറ്റീസ്, ഈ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഇതെങ്ങനെ റിഗ്ബേണിൻ്റെ സ്റ്റൈലിൽ ഇതെങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം? സാറേ ഒരു സെക്കൻഡ്. ഈഗോ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് 3 ഈഗോ സ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ സാർ അത് ക്ലിയർ ചെയ്യും, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഈഗോ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ ഈഗോ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഈ 3 ഈഗോ സ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ആർക്കെങ്കിലും ഈഗോ സ്റ്റേറ്റിനെ പറ്റിയിട്ട് എന്താണ് ഓരോ ഈഗോ സ്റ്റേറ്റിലുള്ളത് എന്ന് അറിയണമെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം. ആരെങ്കിലും പറയുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ പറയാം.
എനിക്കൊന്ന് പലരും സൈക്കോളജി പാരന്റ് എന്ന് പറഞ്ഞാൽ പാരന്റൽ ബിഹേവിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റൽ ബിഹേവിയർ അല്ല. അതായത് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മളുടെ പാരൻസ് തന്നിട്ടുള്ള ചില മെസ്സേജസ് ഉണ്ട് അല്ലേ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെയുള്ള മെസ്സേജസ് ഉണ്ട്. അപ്പം നമ്മൾ വലുതാവുമ്പോൾ ഈ മെസ്സേജസ് ഒക്കെ നമ്മളിൽ കയറി വരും. അപ്പം നമ്മൾ ആരോടെങ്കിലും പെരുമാറുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ പാരന്റിൽ തന്നെ നമ്മുടെ ആ വാല്യൂവിലും ആ ഒരു ബിലീഫിലൊക്കെ നമ്മളും പെരുമാറും. അപ്പം നമ്മളിൽ പാരന്റ് കടന്നുകൂടിയിരിക്കുക അവിടെ, നമ്മുടെ പാരന്റ് ഈഗോ സ്റ്റേറ്റ്. അപ്പം അത് ഇറ്റ് ഈസ് അക്വയേർഡ് ഫ്രം അവർ പാരൻസ്. പാരൻസിന്റെ ശൈലികൾ നമ്മൾ പഠിച്ചിട്ട് വരുന്നതാണത്. ഓക്കെ. അതുപോലെ അഡൾട്ട് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി, അതിൽ നിന്ന് സംസാരിക്കുന്നവര്, അല്ലെങ്കിൽ അഡൾട്ട് എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് നൗവിൽ നിൽക്കുന്നവര്, റാഷണലായിട്ട് ചിന്തിക്കുന്നവർ, സയന്റിഫിക് ആയിട്ട് ആലോചിക്കുന്നവർ, ഡാറ്റ ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നവർ, ഇതൊക്കെയാണ് അഡൾട്ട്സ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വരുന്നതാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് എന്നിൽ ഒന്ന് കിടക്കുകയാണ്. അതിൽ ഞാനൊരു സ്ക്രിപ്റ്റ് ഫോം ചെയ്തു. നമ്മളെപ്പോഴും പിന്നെ പെരുമാറുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കും. നമ്മൾ എൻ്റെ ചെറുപ്പത്തിൽ ഇന്നത് എക്സ്പീരിയൻസ് വന്നപ്പോൾ ഞാൻ വലുതാകുമ്പോഴും അത് ഞാൻ മറന്നിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഓക്കെ. വളരെ അതെ അതെ വളരെ ഇമോഷണൽ ആയിരിക്കും. ഇതിന് പാരൻസിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാ തോട്ട് ബിഹേവിയർ എന്ന് പറയാം. അഡൾട്ടിനെ പറയാ തോട്ട് ബിഹേവിയർ എന്ന് പറയാം. അതുപോലെ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഫെൽറ്റ് ബിഹേവിയർ ആണ്. ഓക്കെ. പാരന്റ് തോട്ടാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? നമ്മളുടെ പാരൻസോ, പാരന്റ് ലൈക്ക് ഫിഗേഴ്സോ, നമ്മുടെ ടീച്ചേഴ്സോ, നമ്മുടെ കസിൻസോ, അവരൊക്കെ മുതിർന്നവർ പഠിപ്പിച്ച് തന്നിട്ടുള്ള പല കാര്യങ്ങളാണ് എന്ത് അവർ ഈ പാരന്റ് ഈഗോ സ്റ്റേറ്റ് നമുക്ക് ഫോം ചെയ്യാനുള്ള കാരണം. അപ്പോൾ അത് തോട്ട് ബിഹേവിയർ ആണ്. നേരെ മറിച്ച് അഡൾട്ട് എന്ന് പറഞ്ഞാൽ അവർ തോട്ടാണ്, എപ്പോഴും ചിന്തിക്കുന്നവരാണ്. അവരെപ്പോഴും റിയാലിറ്റിയിൽ നിൽക്കുന്നവരാണ്. അവരെപ്പോഴും സയന്റിഫിക് ആയിട്ടുള്ള സൈഡ് എടുക്കുന്നത്. ഒരു സൂപ്പർസ്റ്റിഷൻ അവിടെ നടക്കില്ല. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫെൽറ്റ് വൺ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസുകൾ അത് എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും പ്രശ്നങ്ങളായാലും ഒക്കെ നമ്മൾ കുറേ ഇതുണ്ട്. ആ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. അത് വെച്ച് പെരുമാറുന്നത് എങ്ങനെയാണ്? നമ്മൾ വലുതാവുമ്പോൾ പെരുമാറുമല്ലോ. അതാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഡയഗ്നോസിസിൽ നമുക്ക് 4 തരം ഡയഗ്നോസിസ് ആണ് പറയുന്നത്. എനിക്ക് സാബു സാർ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞു. ബിഹേവിയറൽ ഡയഗ്നോസിസ്, സോഷ്യൽ ഡയഗ്നോസിസ്, ഹിസ്റ്ററിക്കൽ ഡയഗ്നോസിസ്, ഫിനോമിനോളജിക്കൽ ഡയഗ്നോസിസ്. ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് ചെറുതായിട്ട് എന്താണെന്നുള്ളതൊന്ന് പറയാമോ? നമുക്ക് വീണ്ടും ഡീറ്റെയിലേക്ക് പോവാം. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും അത്. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയൂ സർ, ടി എ പഠിച്ചിട്ടുള്ളവർ. ഇന്ററാക്റ്റീവ് ആയിക്കോട്ടെ. അതെ, ഈ സംസാരിക്കുന്ന എല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. ബിഹേവിയറൽ ഡയഗ്നോസിസ് നമ്മൾ ഒരാളെ അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഡയഗ്നോസിസ് ആണല്ലേ. ആരും പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാണ്. അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്താണ് ബിഹേവിയറൽ ഡയഗ്നോസിസ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ ഡയഗ്നോസിസ് എന്താണെന്ന് പറയാമല്ലോ ഇല്ലേ? ആരെങ്കിലും സമൂഹത്തിലെ പെരുമാറ്റം. യെസ്, എക്സാക്ട്ലി. അവർ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു, അതാണ് സോഷ്യൽ ഡയഗ്നോസിസ്. മൂന്നാമത് ഹിസ്റ്ററിക്കൽ ഡയഗ്നോസിസ്. എന്തായിരിക്കും അത്? അത് കുറച്ചൊരു ഹിസ്റ്ററി ആയിട്ട് ബന്ധമുണ്ടല്ലോ, ചരിത്രപരമായിട്ട് എങ്ങനെയാണ് അത് വരുന്നത്? പഴയകാല കുട്ടിയുടെ പാസ്റ്റ്, ആളുടെ പാസ്റ്റ് എന്താണ്, ആ പാസ്റ്റ് അതിൽ നിന്ന് വരുന്ന സംഗതിയാണ് ഹിസ്റ്ററിക്കലായിട്ട് വരുന്നത്. മൂന്നാമത് ഫെനോമിനോളജിക്കൽ. അത് കുറച്ചൊരു വേർഡ് അത്ര ഫെമിലിയർ അല്ല. ഫെനോമിനോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫീലിംഗ്, ഇമോഷൻസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആണ്. അതിന് ആളുടെ ഇന്റേണൽ സൈഡ് നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഡയഗ്നോസിസ് വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബിഹേവിയർ. ബിഹേവിയർ ഡയഗ്നോസിസ് ആണെന്ന് ആദ്യം ചെയ്യുക. ടി എയിൽ ആദ്യം ചെയ്യുന്ന ബിഹേവിയർ ഡയഗ്നോസിസ് ആണ്. അത് പിന്നെ മറ്റ് 3 ഡയഗ്നോസിസുകളും ഈ ബിഹേവിയർ ഡയഗ്നോസിസിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബാക്കി 3 അതിലെ ചില ഇതുകളുണ്ട്. അത് ശരിയാണോ, അത് ഇതിനോട് അനുകൂലിക്കുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരാളുടെ ഈഗോ സ്റ്റേറ്റ് ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു ഡയഗ്നോസിസ് ആണ് ബിഹേവിയറൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബിഹേവിയർ എന്ന് എന്തൊക്കെ വരും?
അവരിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബിഹേവിയർ ആണ്. അപ്പോൾ നമ്മൾ അവർ സാധാരണ അതിൽ ഒബ്സർവ് ചെയ്യുന്നത് അവരുടെ വാക്കുകൾ, അവരുടെ ടോൺ, അവരുടെ ഗസ്റ്റേഴ്സ്, അവരുടെ പോസ്റ്റേഴ്സ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം അല്ലേ? ഇതെല്ലാം ഔട്ട്വേർഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഗസ്റ്റേഴ്സ് ആയാലും ടോൺസ് ആയാലും പോസ്റ്റർ ആയാലും എല്ലാം നമുക്ക് ഔട്ട്വേർഡ് ആയിട്ട് ഒരാളെ കാണാൻ പറ്റും. ബോഡി ലാംഗ്വേജ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതാണ് അയാളുടെ ബിഹേവിയറൽ ഡയഗ്നോസിസ് വരുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചു കാണല്ലേ, ചില ക്ലാസ്സിൽ കേട്ട് കാണല്ലേ, വേർഡ്സ് 7% മാത്രമേ കൺവേ ചെയ്യുന്നുള്ളൂ. അതുപോലെ വോയിസ് പിച്ച് 38% കൺവേ ചെയ്യുന്നുണ്ട്. 55% നോൺ വെർബലാണ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫേഷ്യൽ എക്സ്പ്രഷൻ, ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ഇതാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇവരുടെ വേർഡ്സ് എന്താ, പിച്ച് എന്താ, ഇവരുടെ ടോൺ, ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്, ഗസ്റ്റേഴ്സ് എങ്ങനെ പോകുന്നു, ഇതൊക്കെ പോസ്റ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ക്ലൂ കിട്ടും. ആ ക്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒരു ആളിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇയാൾ ഏത് ഈഗോ സ്റ്റേറ്റിലാണോ ആർക്കെങ്കിലും പറയാമോ? അഡൽട്ട്, യെസ്, അഡൽട്ടാണ്. കാരണം ഇതിന് കാരണം എന്താ വെച്ചാൽ അയാൾ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർ ചെയറിൽ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞ് വെർട്ടിക്കലായിട്ട് കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. 2 കാലും നിലത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് ടിൽറ്റ് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ അയാളുടെ ഫേഷ്യൽ മസിൽസ് എല്ലാം വളരെ റിലാക്സ്ഡ് ആണ്. അയാളുടെ വോയിസ് ഉണ്ടെങ്കിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ലെവൽഡ് വോയിസ് ആണ് ഞാൻ എഴുതാൻ കാരണം ഇതൊരു അഡൽട്ട് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരാളെ കണ്ടാൽ നമുക്ക് ഒബ്സർവ് ചെയ്ത അഡൽട്ട് ആണെന്ന് ആർക്കും പറയാം, ഈസ് എൻ അഡൽട്ട്. നമ്മളുടെ ആ ഒബ്സർവേഷനിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിൽ 2 പേര് പ്രസംഗിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അവർ പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് അവരെ പറ്റി. ഈ ഇദ്ദേഹം മറ്റേയാളെ പറ്റി, മറ്റേയാൾ ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്തുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് ഇവിടെ കാണുന്നത്. ആരൊക്കെയാണെന്ന് പറയാമോ? അത് അവർ പറഞ്ഞില്ല. ഒന്ന് ട്രംപ്, ട്രംപാണ്. രണ്ടാമത്തെ ആൾ ട്രംപാണ്. ആദ്യത്തെ ആള് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇവർ 2 പേരാണ് കഴിഞ്ഞ അമേരിക്ക ഇലക്ഷൻ സമയത്ത് പ്രസംഗിക്കുമ്പോൾ ഇവർ പരസ്പരം അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ഫേസ് എക്സ്പ്രഷൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ആണത്. എന്തായിരിക്കും ഇവര്? ഏത് ഈഗോ സ്റ്റേറ്റ് ആയിരിക്കും ഇവര്? ദേഷ്യമാണ്. എന്ത് ഈഗോ സ്റ്റേറ്റ് ചോദിച്ചു? നമുക്ക് 3 ഈഗോ സ്റ്റേറ്റ് ആണ്. പാരന്റ് ആണ്, അഡൽട്ട് അല്ല, ഇത് ചൈൽഡും അല്ല, ഇത് പാരന്റ് ആണ്. കടുത്ത പാരന്റുകളാണ്, 2 ക്രിട്ടിക്കൽ പാരന്റുകളാണ്. ഇവിടെ ഒരു പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ചെറുപ്പത്തിലുള്ള എക്സ്പീരിയൻസുകൾ തിരിച്ച് നമ്മൾ പെരുമാറുമ്പോഴാണ് നമ്മൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാകുന്നത്. ഇദ്ദേഹം കുട്ടികളുടെ ഒപ്പം പാർക്കിൽ പോയതാ. പാർക്കിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കണ്ടു. ഇരുന്നപ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്നത് എന്താ? അയാളുടെ കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലത്ത് അയാൾ എങ്ങനെ കളിച്ചോ അതുപോലെ കളിക്കാനാണ് ആ പുള്ളിക്കാരൻ ശ്രമിക്കുന്നത് അല്ലേ? അപ്പൊ അയാൾ ഏത് ഈഗോ സ്റ്റേറ്റിലാ? യെസ്, അയാൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ്. ഇവിടെ വേറെ 2 മാതാപിതാക്കളാണ്. 2 കുട്ടികളെ അവരുടെ കാല് തൊട്ട് വന്ദിക്കുന്നുണ്ട്. ഇത് എനിക്ക് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, കറക്റ്റായിട്ട് അതിലുള്ള ബൈഫർക്കേഷൻസ് പറയാൻ പറ്റണം. ടി എ പഠിച്ചുള്ളവർക്ക് പറയാൻ പറ്റും. പാരന്റ്സ് ഏത് ഈഗോ സ്റ്റേറ്റിലാണ്? ഞാൻ പറഞ്ഞു പാരന്റ്സിൽ ക്രിട്ടിക്കൽ പാരന്റ് ഉണ്ട്, നർച്ചറിങ് പാരന്റ്സ് ഉണ്ട്. 2 തരം പാരന്റ്സ് ഉണ്ട്. നമ്മുടെ ഈഗോ സ്റ്റേറ്റ് 2 തരം പാരന്റ്സ് ഉണ്ട്. നമ്മൾ ആ ഭാഗമൊന്നും എടുത്തില്ല, കാരണം നമ്മുടെ ടൈമിന്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല. ഫങ്ഷൻ അനാലിസിസ് ഞാൻ ചെയ്തിട്ടില്ല. അതിന് പറയാവോ ഈ പാരന്റ്സ് എന്ത് പാരന്റ്സ് ആണ്? അവര് നർച്ചറിങ് പാരന്റ്സ് ആണ്. അവര് നർച്ചറിങ് പാരന്റ്സ് ആണ്. മറ്റു കുട്ടികളെ സ്നേഹിക്കുകയും താലോലിക്കുകയും അവർക്ക് വേണ്ടി നന്മകൾ മാത്രം ചെയ്യുന്ന നർച്ചറിങ് പാരന്റ്സ് ആണ് അവര്. ആ നർച്ചറിങ് പാരന്റ്സ് NP എന്നുള്ള ഈഗോ സ്റ്റേറ്റ് ആണ് അവർ നിൽക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ എന്താ? കുട്ടികൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 3 ആക്കി തിരിക്കാം. ഫ്രീ ചൈൽഡ് ഉണ്ട്, അഡാപ്റ്റഡ് ചൈൽഡ് ഉണ്ട്, റിബല്യസ് ചൈൽഡ് ഉണ്ട്. ഈ കുട്ടികൾ എന്തായിരിക്കും? അഡാപ്റ്റഡ് ചൈൽഡ് ആണ്. അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ പാരൻസ് കുട്ടികളെ ഡിസിപ്ലിനാക്കി വാല്യൂസ് പറഞ്ഞു കൊടുത്ത് അവരുടെ ബിലീഫുകളൊക്കെ സെറ്ററൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ എപ്പോഴും പറയും മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ കാൽ തൊട്ട് വന്ദിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളാണ്. അവരെ പറയുന്നത്
അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ദേ ആർ അഡാപ്റ്റഡ്, ദേ ഹാവ് ബീൻ ഗ്രൂംഡ് ടു ബിക്കം ലൈക്ക് ദാറ്റ്. ഇത് വേറെ ഒരെണ്ണം ജസ്റ്റ് ഇത് കാണിച്ചത് മാത്രമേ ഉള്ളൂ അല്ലേ. പാരൻസ്, ശരിയായിട്ടുള്ള പാരൻസ് ഇതിലുള്ള ആളുകളാണ് ഇപ്പുറം നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നത് ഇങ്ങേ സൈഡിൽ ചൈൽഡ്, ടിപ്പിക്കൽ ചൈൽഡാണത്. ഫ്രീ ചൈൽഡ് ഉണ്ട് അതിൽ. ഈ അച്ഛൻ ആലോചിക്കുക, അച്ഛൻ എന്തായിരിക്കാം? വാട്ട് ഈഗോ സ്റ്റേറ്റ് വിൽ ബി അച്ഛൻ? ഇയാള് ഒരു പാരന്റ് എന്ന് പറയാൻ പറ്റുമോ? ഒരു അഡൾട്ട് എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇയാളൊരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ്, കാര്യം കാരണവരാണ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ് അയാൾ നിൽക്കുന്നത്. ഇവിടെ വേറൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പം നേരത്തെ ഒരു കുട്ടിയെ കണ്ടു, കാലുകൾ സ്റ്റഡി ആയിട്ടിരിക്കുന്നു അല്ലേ, ഫേസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. ഇവിടെ ഒരു അധ്യാപകൻ ഒരു വ്യത്യാസമുള്ള അധ്യാപകനാണ്. നമ്മൾ വിചാരിക്കുക ഇയാൾ അഡൾട്ടിലാണെന്ന്. പക്ഷെ ഇയാളുടെ ഒരു കാല് ചെയറിൽ കയറ്റി വെച്ചിരിക്കുന്നു, ഈ സ്റ്റാൻഡിൽ കയറ്റി വെച്ചിരിക്കുന്നു, ഒരു ടോയിലിൻ്റെ മേലെ വേറെ ടോയിൽ കയറ്റി വെച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പാരന്റ് എന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾ ക്ലാസ് എടുത്തതിൽ പാരന്റിലുള്ള കുട്ടികൾ ഉണ്ടാകാം, അഡൾട്ടിലുള്ള കുട്ടികളുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കുട്ടി അഡൾട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇദ്ദേഹം ഒരു അഡാപ്റ്റഡ് ചൈൽഡാണത്. ചൈൽഡ് എന്നുള്ള ഈഗോ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇനി നമുക്ക് ഇത് ഒബ്സർവ് ചെയ്തിട്ട് ക്ലൂസ് എന്ന് പറയും, ബിഹേവിയറൽ ക്ലൂസ്. അതെങ്ങനെ ഉണ്ടാക്കാം, ഒരു ടേബിളിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ. ഇത് ഒരു 5 കോളംസ് വരച്ചിട്ട് അതിലൊന്ന് ക്ലൂസ് എഴുതുക. പിന്നെ നമ്മുടെ 5 ഇതുണ്ടല്ലോ, അതായത് ക്രിട്ടിക്കൽ പാരന്റ്, നർച്ചറിങ് പാരന്റ്, അഡൾട്ട്, അതുപോലെ ഫ്രീ ചൈൽഡ്, അഡാപ്റ്റഡ് ചൈൽഡ്, ഇങ്ങനെയുള്ള 4 കോളംസിന് വേണ്ടി വരയ്ക്കുക. അടിയിലേക്ക് നമ്മൾ ആ ക്ലൂസ് എഴുതാൻ വേണ്ടി വേർഡ്സ്, ടോൺസ്, ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതിനു വേണ്ടിയിട്ട് താഴേക്ക് കൊടുക്കുക. എന്നിട്ട് ഒരു മാട്രിക്സ് ഉണ്ടാക്കുക. എന്താ മാട്രിക്സ് എന്ന് അറിയാമല്ലോ അല്ലേ? ഈക്വൽ നമ്പർ ഓഫ് കോളംസും റോസും ഉള്ള മാട്രിക്സ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഗതി ഇതാണ്. അപ്പം ഇവിടെ ഞാനുണ്ടാക്കിയ ഒരു സംഗതിയാണ്. അതിൽ ക്രിട്ടിക്കൽ പാരന്റ്, അദ്ദേഹത്തിൻ്റെ വേർഡ്സ് എന്തായിരിക്കും? ക്ലൂസ് നമുക്ക് വേർഡ്സിൽ നിന്ന് കിട്ടുന്ന ക്ലൂ കിട്ടിയിട്ടുണ്ട് അല്ലേ. ക്രിട്ടിക്കൽ പാരന്റ് ആണെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്, യു ഗോ ഔട്ട്, യു ഒബേ മീ, ഇതൊക്കെ ആയിരിക്കും ആ ക്ലൂ. അവരുടെ ടോൺ എങ്ങനെയായിരിക്കും? വളരെ ഹാർഷായിരിക്കും അവരുടെ. ഗസ്റ്റേഴ്സ് എന്തായിരിക്കും? അവർ കൈ ചൂണ്ടി അല്ലേ, വിരൽ ചൂണ്ടിയിട്ട് പോയിന്റിങ് ഫിംഗർ ആയിരിക്കും. അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ കണ്ണുരുട്ടി കാണിക്കുക, റോളിങ് ഐസ് അല്ലേ. അതുപോലെ പോസ്റ്റേഴ്സ് എന്തായിരിക്കും? പോസ്റ്റേഴ്സ് അവർ ചെയറിലാണെങ്കിൽ പിന്നോട്ട് ഇരുന്ന് അങ്ങനെ മജസ്റ്റിക് ആയിട്ട് ഇരിക്കും അവർ അല്ലേ. ഒരു ചൈൽഡാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ പോസ്റ്റർ കണ്ടാലും നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബിഹേവിയറൽ ക്ലൂസ് കിട്ടിക്കഴിഞ്ഞു ഇവിടെ. അതുപോലെ അവർ നഴ്സറിങ് പാരന്റ് ആണെങ്കിൽ എന്തായിരിക്കും ക്ലൂ വരിക? കുട്ടിയോട് പറയും ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു, വന്ന് ഭക്ഷണം കഴിക്കും മോനെ. വളരെ സൂത്തിങ് ആയിരിക്കും അവരുടെ ടോൺസ്. അതുപോലെ ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പുറത്ത് തട്ടി പാറ്റ് ചെയ്യുന്ന ഒരു, അതുപോലെ അവർ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാൽ അവർ എൻകറേജ് ചെയ്യുന്ന പോലുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കും. അതുപോലെ പോസ്റ്റേഴ്സ്, കെട്ടിപ്പിടിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന പോസ്റ്റേഴ്സ് ആയിരിക്കും. ഒരു അഡൾട്ട് ആണെങ്കിലോ അവരുടെ വേർഡ്സ് എങ്ങനെയായിരിക്കും? യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് യു, യുവർ പ്രോബ്ലം ഐ അണ്ടർസ്റ്റാൻഡ്, ലെറ്റ് us മേക്ക് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അപ്പോൾ അതെപ്പോഴും ഒരു അഡൾട്ടിൻ്റെ ഇതാണ്. അത് വളരെ ഹിയർ ആൻഡ് നൗവിലും വളരെ റാഷണൽ ആയിട്ടുള്ള ഡയലോഗുകളായിരിക്കും ഇതിൽ പറയുക. വളരെ കാം ആൻഡ് ക്ലിയർ ആയിരിക്കും ഇവരൊക്കെ. അതുപോലെ ഇവരുടെ ഐ കോണ്ടാക്ട് ശ്രദ്ധിച്ചാൽ വേണം, ഐ ടു ഐ ആയിട്ട് സംസാരിക്കും. അവർ മറ്റുള്ളവർ സംസാരിക്കും കണ്ണ് താത്തിയിട്ടോ അല്ലെ കണ്ണ് ഉരുട്ടിയോ സംസാരിക്കില്ല. അവർ ഐ ടു ഐ കറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ. അതുപോലെ അവർ വളരെ തോട്ട്ഫുൾ ആയിരിക്കും. അഡൾട്ട് വളരെ തോട്ട്ഫുൾ ആയിരിക്കും, വളരെ ക്ലിയർ ആയിട്ട് ചിന്തകളായിരിക്കും. അതിൽ ഒരു തരത്തിലുള്ള ഒരു ഇത് ഉണ്ടാകില്ല. അവർ ദേഷ്യപ്പെടുകയോ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അവരത് അഡൾട്ടിൽ നിന്നുകൊണ്ട് ദേഷ്യപ്പെട്ടാൽ ഈ കാര്യം നടക്കുള്ളൂ എന്ന് വിചാരിച്ച് ദേഷ്യപ്പെടുന്ന, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വളരെ തോട്ട്ഫുൾ ആയിരിക്കും അവർ ബോഡി എപ്പോഴും അവരുടെ സ്ട്രെയിറ്റ് ആയിട്ട് അവർ നിൽക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ ചുരുണ്ടുകൂടി നടക്കാതിരിക്കുക, അങ്ങനെയുള്ള സംഗതികളൊന്നും ഒരു അഡൾട്ട് പേഴ്സണാലിറ്റിയിൽ നിന്ന് ഉണ്ടാകില്ല. മൂന്നാമത്തെ ഞാൻ കണ്ടത് ഫ്രീ ചൈൽഡാണ്. അവരുടെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാവ്, ഓ ഗംഭീര സിനിമ അല്ലേ, എന്തൊരു നല്ല സിനിമയായിരുന്നു, എന്തൊരു നല്ല ബുക്കാണ്, ഓ വെരി ഗുഡ് ബുക്ക്. അതൊക്കെ ഫ്രീ ചൈൽഡിൽ നിന്ന് വരുന്നതാണത്. അതുപോലെ അവർ വളരെ എനർജറ്റിക് ആയിരിക്കും. അവരുടെ ടോൺ വളരെ എനർജറ്റിക് ടോൺസ് ആയിരിക്കും ഫ്രീ ചൈൽഡിൽ. എപ്പോഴും തംസപ്പ് ഇങ്ങനെയുള്ള ഗസ്റ്റേഴ്സ് ആയിരിക്കും അവരുടെ വരുന്നത്. അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ എപ്പോഴും സ്മൈലിംഗ് ആയിരിക്കും ഫ്രീ ചൈൽഡ്. അതുപോലെ എപ്പോഴും ജമ്പിങ് ഔട്ട് ഓഫ് ജോയ്, ആരെ വാ, എല്ലാവരും എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റിലുള്ള സംസാരമായിരിക്കും അവരുടെ. അഡാപ്റ്റഡ് ചൈൽഡ് ആകുമ്പോൾ സംഗതികൾ മാറി. ചൈൽഡാണ് പക്ഷെ അഡാപ്റ്റഡ് ആണ് അവർ. കുറേ കാര്യങ്ങളൊക്കെ
അവരുടെ പാരൻ്റൽ മെസ്സേജസ് അവരുടെ തലയിൽ കയറിയിട്ട് പല കാര്യങ്ങളും അവർക്ക് ഈ പറഞ്ഞ പോലെ അവർ ട്രെയിൻഡ് ആണ്. ആ കുട്ടികളൊന്നും നമസ്കരിക്കുന്നില്ല അച്ഛൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്ന പോലെ. എന്ത് തെറ്റ് ചെയ്ത ടീച്ചറോട് അവർ എപ്പോഴും പറയും സോറി സർ, ഇറ്റ്സ് എ മിസ്റ്റേക്ക്. അതുപോലെ അവർ കംപ്ലയിൻറ്റ് ചെയ്യും, ചിലപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യും. അവർക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കംപ്ലയിനിങ് ഫേസ് ആയിരിക്കും. പലപ്പോഴും അവർ നെർവസ് ആയിരിക്കും. എന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് ഉത്തരം കിട്ടിയില്ല, പരീക്ഷ തോറ്റു, അവർ നെർവസ് ആയിരിക്കും. അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ എപ്പോഴും ഫിഡ്ജറ്റിംഗ് ആയിരിക്കും. അവർ എപ്പോഴും ഒരു നെർവസ്നെസ് പോലെയുള്ള ഒരു ഫിഡ്ജറ്റിംഗ് ഫേസ് ആയിരിക്കും അവർ. അതുപോലെ അവരുടെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൗട്ടിങ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുണ്ടൊക്കെ കൂർത്ത് പിടിക്കുമല്ലോ, അങ്ങനെ കുട്ടികളൊക്കെ കണ്ടല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചുണ്ട് കൂർത്തൊക്കെ പിടിക്കുന്ന ആ ഒരു നേച്ചറായിരിക്കും. ഇതിൻ്റെ വേറെ ഒരു ടേബിൾ ഞാൻ ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓൾറെഡി. ഇതെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് വി ഷുഡ് കം ടു എ കൺക്ലൂഷൻ. ഈ ക്ലൂസ് എല്ലാം എടുത്തിട്ട് നമ്മൾ ആ അദ്ദേഹത്തെ പറ്റി, നമ്മൾ ആരെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് നമ്മളൊരു ക്ലൂ ഉണ്ടാക്കണം. ആ ക്ലൂ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ ഞാൻ propping fingers together in a steeple shape. കണ്ടല്ലോ അല്ലേ? ഒരു പാരന്റലാണ് ഇതൊക്കെ. എല്ലാവരുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നല്ലേ, ഫിംഗേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഇരിക്കുന്നല്ലേ. ഇപ്പോൾ ഒബാമയെ നോക്കി കഴിഞ്ഞാൽ ഒബാമ ഈസ് ലീനിങ് ബാക്ക് ആൻഡ് ഇതുണ്ട്, ഈ പ്രോപ്പിംഗ് ഫിംഗേഴ്സും ടുഗദർ ഉണ്ട്, പിന്നെ സ്റ്റീപ്പിൾ ഷേപ്പിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ പാരൻസിനും ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംഗതിയാണ്, അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അതുപോലെ ഇതൊരു ക്രിട്ടിക്കൽ പാരൻ്റാണത്. ഈ ഗസ്റ്റർ പോയിന്റിങ് ഫിംഗേഴ്സ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാരൻ്റാണ്, കുട്ടിയെ ശാസിക്കുന്ന ഒരു അച്ഛൻ്റെ ക്രിട്ടിക്കൽ പാരൻസ്. ഇതൊരു നർച്ചറിങ് പാരൻ്റാണ്, കുട്ടിയെ കെട്ടിപ്പിടിച്ച് കൈ തലോടുന്ന ഒരു നർച്ചറിങ് പാരൻ്റാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ ഇതൊരു അഡൾട്ട്, ഞാൻ ഓരോ ഈഗോസ്റ്റേറ്റ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പിക്ചറിൽ ഇത് ഇവിടെ ഇട്ടത് മാത്രമേ ഉള്ളൂ. ഐ ടു ഐ കോണ്ടാക്ട് കറക്റ്റ് അല്ലേ? അവർ ഒരിക്കലും അവർക്ക് ഒരു ഫിഡ്ജറ്റിങ്ങോ ഒരു നെർവസ്നെസ്സോ ഒന്നുമില്ല. അവർ പ്ലെയിൻ ആയിട്ട് വളരെ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഒരു പൗട്ടിങ് ചൈൽഡ് അല്ലേ, ചുണ്ട് കൂർത്ത് പിടിച്ചിട്ടുള്ള കുട്ടി, ഇതൊരു അഡാപ്റ്റഡ് ചൈൽഡാണ്. ഇനി അടുത്തതാണ് സോഷ്യൽ ഡയഗ്നോസിസ്. റോയ് സാർ പറഞ്ഞു സോഷ്യൽ ഡയഗ്നോസിസ് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന സംഗതികളാണ് സോഷ്യൽ ഡയഗ്നോസിസ്. മറ്റ് ഇനി വരുന്ന മൂന്നും നമ്മൾ ബിഹേവിയറൽ ഡയഗ്നോസിസ് സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഓരോ സോഷ്യൽ കോണ്ടെക്സ്റ്റിലും അവരെങ്ങനെ പെരുമാറുന്നു, ഏത് റോളാണ് അയാൾ കളിക്കുന്നത്, ആരുടെ റോളാണ് അദ്ദേഹം ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ബോസോ, ഓഫീസിലെ ബോസോ ഒരു പാരന്റോ ആണെങ്കിൽ എന്ത് റോളാണ് സാധാരണ വരാൻ സാധ്യത? ആരെങ്കിലും പറയാമോ? ഒരു ടീച്ചർ ആവുമ്പോൾ, ബോസ് ആവുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു എന്തായിരിക്കും, ഒരു ഈഗോ സ്റ്റേറ്റ് എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? പാരന്റാണ്. വളരെ സിമ്പിളാണ്. സാധാരണ ടീച്ചേഴ്സ് ഒരു ഭയങ്കര ഒരു ഹെഡ് വെയിറ്റോട് അല്ലെ കുട്ടികളൊക്കെ വളരെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എല്ലാം, അവർ ബോസായാലും ഓഫീസിൽ വളരെ നിഷ്കർഷമായിട്ട് സംസാരിക്കും. അഡൾട്ടായിട്ടുള്ള ബോസ്മാരുണ്ട്, പക്ഷെ സാധാരണഗതിയിൽ പാരന്റ് ഈഗോ സ്റ്റേറ്റ് ഇവർക്കൊക്കെ ഉണ്ടാവും. അതുപോലെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് സാധാരണ ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് പറയാമോ? ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആരെങ്കിലും ഒന്ന് പറയൂ പ്ലീസ്. യെസ്, സ്റ്റുഡൻസ്. അവർ ചൈൽഡ് ഈഗോ അല്ലേ, കഴിഞ്ഞാൽ ഓടിപ്പോവുക, പിന്നെ പോയി ഐസ്ക്രീം മേടിച്ച് ഫ്രീ ആയിട്ട് കഴിക്കുക, കുട്ടികളായിട്ട് കളിക്കുക, ഇതൊക്കെ സ്റ്റുഡൻസ് വരുന്ന സംഗതിയാണ്. അവർ എംപ്ലോയീസ് ശരിക്കും ഒരു എന്താ പറയുക, ബോസിന്റെ അടുത്തുനിന്ന് ഡിക്റ്റേഷൻ ഒക്കെ വാങ്ങി അപ്പുറത്ത് പോയിട്ട് ചെവിയിൽ പറയില്ല, ഇതാ ഓ അയാളുടെ ഒരു ഡിക്റ്റേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലി. അവിടെ പാരന്റും അല്ല അഡൾട്ടും അല്ല, ഒരു ചൈൽഡാണ് അവർ, ഇല്ലേ? അതുപോലെ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ഉള്ളൊരു സാധാരണ ഏതായിരിക്കും? സാധാരണ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് നല്ല ഫ്രണ്ടുമാര്, പാർട്ട്ണർ, ഫ്രണ്ട്, അവരോട് നമ്മൾ വളരെ കറക്റ്റായിട്ട് എല്ലാം ശരിയായിട്ട് രീതിയിൽ അവരോട് സംസാരിക്കും. ഇതാണ് ഉണ്ടാകാറുള്ളത്. അപ്പൊ സോഷ്യൽ ഡയഗ്നോസിസിൽ ഇതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ററാക്ഷനും റിലേഷൻഷിപ്പുമാണ്.
ഓരോ സിറ്റുവേഷനിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെ, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെ പെരുമാറുന്നത്, ഓരോ സോഷ്യൽ സിറ്റുവേഷൻ റോയ് സാർ പറഞ്ഞ പോലെ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള അതാണ് സോഷ്യൽ സിറ്റുവേഷൻസിൽ അവർ എങ്ങനെ. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് അല്ലേ, ഒരാൾ തലയിൽ കൈവച്ച് കരയ്ക്കുന്നത് അല്ലേ, എന്താണ് അയാളെ ഒരു നായ ബാർക്ക് ചെയ്യുന്ന ഒരു കുരയ്ക്കുകയാണ് അല്ലേ, അത് കണ്ട് പേടിച്ച് തല വയ്ക്കുകയാണ്. അപ്പോൾ അയാളുടെ ഒരു ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. അത് ഉണ്ടാവാനുള്ള കാരണം ആ നായായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. അല്ലെങ്കിൽ വേറെ ഒരു ഇതാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പട്ടാളക്കാരോ എന്തോ ആയിട്ട് വരിയിൽ പോവുകയാണ്. അപ്പം അവിടെ ഒരു നോമുണ്ട്, സോഷ്യൽ നോമുണ്ട്, അതനുസരിച്ച് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ബാക്കിലുള്ള ആളെന്താ, അവൻ ചിരിച്ചുകൊണ്ട് തല തിരിഞ്ഞിട്ടൊക്കെ നോക്കുകയാണ്, അവൻ ആ നോം കംപ്ലൈ ചെയ്യുന്നില്ല. അത് ഒരു ഫ്രീ ചൈൽഡാണ് അയാൾ. എന്തും പറഞ്ഞെടുത്ത് കാണാമെന്ന് വെച്ചുള്ള ഫ്രീ ചൈൽഡാണ് ആ പോകുന്നത്, ഒരു സോഷ്യൽ സിറ്റുവേഷനിലാണ്. അതുപോലെ ക്ലാസിക്കൽ ആൻഡ് ഓപ്പറേറ്റ് കണ്ടീഷനിങ് സമയത്ത് അത് പഠിപ്പിക്കുമ്പോൾ ഇയാൾ എന്താ പറയുക, അതിൻ്റെ ആ നോംസൊക്കെ വിട്ട് പെരുമാറുന്നുണ്ട് അവിടെ. ഇവിടെ കുട്ടിയുടെ അടുത്ത് സിഗരറ്റ് വലിച്ചു പോകുന്ന അച്ഛനാണ്. അപ്പോൾ രണ്ടു തരത്തിൽ നമുക്ക് ആലോചിക്കാം. ഒന്ന്, ഈ കുട്ടി ആലോചിക്കുകയാണ് വലുതാവുമ്പോൾ ഞാൻ വലിക്കും എന്നായിരിക്കും ചിലപ്പോൾ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത് എന്തിനാന്നുള്ള ചിന്താഗതി അല്ലേ. ഇതാണ് അയാളുടെ റിയാക്ഷൻസ് വരാൻ സാധ്യത. അതൊക്കെ സോഷ്യലായിട്ട് മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഈഗോ സ്റ്റേറ്റ് ആണ് അതൊക്കെ. അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ചില ആളുകൾ കോൺസ്റ്റന്റ് ആയിട്ട്, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അഡ്വൈസറി റോളുള്ളവരൊക്കെ നർച്ചറിങ് പാരൻസ് ആയിരിക്കും, ആ ഈഗോ സ്റ്റേറ്റിലായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക, വളരെ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജിലുള്ള ആളുകളാക്കണെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലായിരിക്കും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ഹിസ്റ്റോറിക്കൽ ഡയഗ്നോസിസ്. എന്തായിരിക്കാം ഹിസ്റ്റോറിക്കൽ ഡയഗ്നോസിസ്? നേരത്തെ റോയ് സാർ പറഞ്ഞു, നമ്മുടെ പാസ്റ്റ് അത് ചികഞ്ഞ് നോക്കിയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ആണത് അല്ലേ. കാരണം എങ്ങനെയാണ് അവർ വളർത്തിക്കൊണ്ട് വന്നത്, അവരുടെ ഫാമിലി ഹിസ്റ്ററി എന്താണ്, അവരെങ്ങനെയാണ് ഈ ബിഹേവിയറിലേക്ക് വന്നത്, അവരെങ്ങനെയാണ് ഈഗോ സ്റ്റേറ്റിലേക്ക് വന്നത്, അവരുടെ പാസ്റ്റാണ് അവിടെ ചികഞ്ഞു നോക്കുന്നത്. അതുപോലെ ചില ചെറുപ്പത്തിലുള്ള ഫീലിങ്സ്, ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ പാസ്റ്റ് ചോദിക്കണം. എന്തുകൊണ്ടാണ് അയാൾക്ക് ആ ഫീലിംഗ് ഉണ്ടായത്? അത് ചെറുപ്പത്തിലെ അച്ഛനമ്മമാരുടെ പേടി കൊണ്ടോ അല്ലെങ്കിൽ വിലക്കുകൾ കൊണ്ടോ ഒക്കെ ഉണ്ടായ ഫീലിങ്സ് ആയിരിക്കാം അത്. അങ്ങനെയാണ് നമ്മൾ ഇതിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് അല്ലേ, പാസ്റ്റ് ചകഞ്ഞു നോക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ. ആ ചൈൽഡ്, എല്ലാവരിലും ഒരു ചൈൽഡുണ്ട്, ആ ചൈൽഡിനെ തുറന്നു നോക്കുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് കാണുന്നത്. ഇയാൾ വാട്ട് ഈസ് ഡൂയിങ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പാസ്റ്റ് ഓഫ് ദ ചൈൽഡ്. എങ്ങനെയാണ് ഇവനെ അപ്ബ്രിങ് ചെയ്ത് കൊണ്ടുവന്നത്, വളർത്തിക്കൊണ്ടുവന്നത്. അതുപോലെ ഇയാളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ സ്വാധീനിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇയാളുടെ ഈഗോ സ്റ്റേറ്റിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. ചില വീടുകളിൽ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള വീടുകളുണ്ട്, അല്ല അച്ഛന്മാർ വളരെ കർക്കശക്കാരായിട്ടുള്ള. അപ്പോൾ അവരുടെ മക്കളെങ്ങനെയാണ് വളരുക എന്ന് പറയാമോ ആരെങ്കിലും? വളരെ കർക്കശമുള്ള ഒരു വീട്ടിൽ വളർന്ന കുട്ടിയാണ്. അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുക? അവർ ഓഫീസിൽ പോയാലും മറ്റുള്ള സ്കൂളിൽ പോകുമ്പോഴൊക്കെ അവർ എങ്ങനെ പെരുമാറുക? അവരുടെ പെരുമാറ്റം അതുപോലെ തന്നെ അവർ അക്വയർ ചെയ്താവുന്നതാണ്. കാരണം അച്ഛനമ്മമാർ വിജയിച്ചത് അങ്ങനെയാണ്. അപ്പം മകൻ നോക്കുമ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചാൽ, ഈ പാരൻ്റൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാവാം. അവിടെ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം. അതുപോലെ തീരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ട്രോമയിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർ എപ്പോഴും ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ ഈഗോ സ്റ്റേറ്റിൻ്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കി തരിക ചെയ്യുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റിലാണ് ഫിനോമിനോളജിക്കൽ എന്ന് ഞാൻ പറഞ്ഞു. ഫിനോമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, തോട്ടുകൾ, ഇമോഷൻസ്, പെർസെപ്ഷൻസ്, ഇതൊക്കെ ആണ് അവിടെ നമ്മൾ ഡയഗ്നോസ് ചെയ്തത്. ഒരാൾ വന്ന് കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ അവരുടെ ഇൻറ്റേർണലായിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്, ആ ഫീലിങ്സ് എന്താണ്, ഇത് കണ്ടുപിടിക്കലാണ് ഫിനോമിനോളജിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് എ പേഴ്സൺ ഹൂ ഈസ് ഇൻ ദ പാരന്റ് ഈഗോ സ്റ്റേറ്റ് മേ ഫീൽ റെസ്പോൺസിബിൾ ആൻഡ് ഫീൽ പ്രൊട്ടക്റ്റീവ്. എ പേഴ്സൺ ഹൂ ഈസ് ഇൻ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് മേ ഫീൽ പ്ലേഫുൾ, ക്രിയേറ്റീവ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ തിങ്കിങ്ങുകൾ അങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്.
ഇവിടെ ഒരു കുട്ടിയുടേത് അല്ലേ, സംടൈംസ് ഐ മേ റീ എക്സ്പീരിയൻസ് ദ പാസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് റിമെമ്പറിങ്. ഓർക്ക മാത്രമല്ല, സൈക്കോളജിസ്റ്റിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അത് കാണിക്കുക പോലും ചെയ്യും. കാരണം അത് അയാൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ, അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് അവിടെ അയാൾ എക്സിബിറ്റ് ചെയ്യും. അതാണ് ഫിനോമിനോളജി. അയാളുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും തിങ്കിങ്ങും എല്ലാം അയാൾ പുറത്തു കൊണ്ടുവരും. അപ്പോൾ അത് അങ്ങനെ ഈ 4 കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിനോമിനോളജിക്കൽ ഡയഗ്നോസിസ് നടത്താനായിട്ട് നമുക്ക് എപ്പോഴും അതിന് ഒരു വളരെ സേഫായിട്ടുള്ള സ്പേസിൽ അയാളെ തനിച്ച് മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കൊണ്ടുവന്ന് അയാളോട് വളരെ എമ്പത്തറ്റിക് ആയിട്ടും വളരെ എക്സ്പ്ലോറേറ്റീവായിട്ട് സംസാരിച്ചാൽ അയാളുടെ മനസ്സിലുള്ളത് കൊണ്ടുവരാൻ പറ്റും. അയാളുടെ മനസ്സിലുള്ള ചിന്തകളും ഫീലിങ്ങും കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഡീപ്പറായിട്ടുള്ള ലേയേഴ്സ് ഉണ്ട്, നമ്മളുടെ ഫീലിങ്സിൻ്റെ ഇമോഷൻ്റെ ഒക്കെ, അതൊക്കെ പുറത്തു കൊണ്ടുവരാം. അതിനാണ് ഫിനോമിനോളജിക്കൽ ഡയഗ്നോസിസ് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ബിഹേവിയറൽ ഡയഗ്നോസിസ് എന്തൊക്കെ ചെയ്യാം, അത് കഴിഞ്ഞ് സോഷ്യലിൽ എന്തൊക്കെ കൊണ്ടുവരാം, അതുപോലെ നമ്മുടെ ഹിസ്റ്ററിക്കലിൽ എന്ത് കൊണ്ടുവരാം, അവസാനം ഫിനോമിനോളജിക്കൽ എങ്ങനെ, അതായത് ഏറ്റവും ഡീപ്പറായിട്ട് ലെയേഴ്സിലുള്ള ഫീലിങ്സ് ഒക്കെ ഇതിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതും വേണം. അപ്പോൾ 4 കൂടി ഒന്ന് ചേർന്ന് പോയാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ 4 മെത്തേഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നാണ് ബേൺ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നത്. അതാണ് ആദ്യമായിട്ടൊരു ബിഹേവിയറൽ ഡയഗ്നോസിസ് ഇനീഷ്യൽ ആയിട്ടുള്ള അസസ്മെന്റ് എടുത്തിട്ട് മറ്റുള്ളതെല്ലാം അതിൻ്റെ കൂടെ ഫോർ ആക്യുറസി ദ അതർ ഡയഗ്നോസിസ് ആർ ബീങ് സപ്പോർട്ടഡ്. അതുപോലെ ഹിസ്റ്ററിക്കലായിട്ടുള്ളത് നമ്മൾ അയാളുടെ ഹിസ്റ്ററി, അയാളുടെ പാസ്റ്റ് അനലൈസ് ചെയ്യുന്നു. അതുപോലെ ഫിനോമിനോളജിക്കലി ഞാൻ പറഞ്ഞു അയാളുടെ ഫീലിങ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കും. ഒരാളിങ്ങനെ സൈക്കോളജിയായിട്ട് സംസാരിക്കുകയാണ്. അയാളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അയാളൊരു പാരൻ്റാണെന്ന് മനസ്സിലാവും അല്ലേ, അയാളൊരു ക്രിട്ടിക്കലായിട്ടുള്ള പാരൻ്റാണ്. നോക്കുന്നില്ല, സൈക്കോളജിസ്റ്റ് തന്നെ നോക്കുന്ന ആ രീതി കണ്ടില്ലേ, ഒരു ക്രിട്ടിക്കൽ പാരൻ്റാണ്. അപ്പോൾ അയാൾക്ക് എങ്ങനെ ഈ ക്രിട്ടിക്കൽ പാരൻ്റ് വന്നു എന്നുള്ളത് ഹിസ്റ്ററിക്കലായിട്ട്, ഇപ്പോൾ ബിഹേവിയറലായിട്ട് കാണുമ്പോൾ ഒരു ക്രിട്ടിക്കൽ പാരൻ്റ് ആണെങ്കിലും ഹിസ്റ്ററിക്കലായിട്ട് അയാൾ എങ്ങനെ ഈ സ്റ്റേജിലേക്ക് എത്തി, സോഷ്യലായിട്ട് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അയാൾ എന്തൊക്കെ കൈകൊണ്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻസോ മറ്റുള്ളവരായിട്ട് അടിക്കാൻ പോകുക അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടോ, അതുപോലെ അയാളുടെ ഫീലിങ്സ് എന്താണ്, ഇതൊക്കെ പഠിച്ച് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബേണിൻ്റെ ഈ ഡയഗ്നോസിസ് മെത്തേഡ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ടൂളാണ്. പ്രാക്ടീഷണേഴ്സ് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. അതാണ്. പിന്നെ ഫർദർ ഡയഗ്നോസിസുകൾക്ക് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഈഗോഗ്രാം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഞാൻ അതിലേക്ക് കാര്യമായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് നമ്മുടെ തന്നെ ഒരു ഗ്രാഫാണ്, ഒരു ചാർട്ട് ഡയഗ്രാമാണ്. അതിൽ CPയുടെ ലെവല്, NPയുടെ ലെവല്, എയുടെ ലെവല്, FCയുടെ ലെവല്, ACയുടെ ലെവല് ഇവിടെ കാണിച്ചിട്ടുണ്ട്. CP എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാരന്റ്, നർച്ചറിങ് പാരന്റ്, അഡൾട്ട്, പ്രീ ചൈൽഡ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ തന്നെ ഒരു പേപ്പർ എടുത്ത് ഒരു ഗ്രാഫ് വരച്ച് നമ്മളിൽ ഏറ്റവും ഉയർന്ന ഇമോഷണൽ, അതായത് ഈഗോ സ്റ്റേറ്റ് ഏതാണെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും പറയും എനിക്ക് CP ആണ് എപ്പോഴും വരിക, ക്രിട്ടിക്കൽ പാരൻ്റാണ് എപ്പോഴും വരിക. ചിലർക്ക് എപ്പോഴും അഡൾട്ടാണ് വരിക, ചിലർക്ക് എപ്പോഴും കുട്ടികളെ താലോലിക്കുക, അങ്ങനെയുള്ള എല്ലാവരും കെയർ കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഇതാണ് വരിക. അപ്പോൾ നമ്മളുടെ തന്നെ പേപ്പർ എടുത്തിട്ട് നമുക്ക് തന്നെ നമുക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഏതാണ്, നമ്മൾ കളി തമാശയാണോ, അങ്ങനെയാണെങ്കിൽ അവനൊരു ഫ്രീ ചൈൽഡ് ആയിരിക്കും. നമ്മളെപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് മറ്റുള്ളവരെ മാത്രം മറ്റുള്ളവരെ അനുസരിച്ചും ഒക്കെ ജീവിക്കുന്ന നമ്മളൊരു അഡാപ്റ്റഡ് ചൈൽഡ് ആയിരിക്കും. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. ഇനി മറ്റുള്ളവരധികം മനസ്സിലാക്കാൻ നിൽക്കണ്ട, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. എന്നിട്ട് അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിന്റെ ഈഗോ സ്റ്റേറ്റ് ഇതാണ്, നിങ്ങളുടെ ഈഗോ സ്റ്റേറ്റ് ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയില്ല അവർ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ക്രിട്ടിക്കൽ പാരന്റ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും കുറച്ചുകൂടി ആ ക്രിട്ടിക്കലിൽ നിന്ന് മാറാനായിട്ട് നോക്കും. നർച്ചറിങ് പാരന്റിനെ കൂടുതലായിട്ട് നമ്മളുടെ ഇതിലുള്ള ആളുകളെ കൂടുതൽ സ്നേഹിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് ഇത്. അപ്പോൾ ഈഗോഗ്രാം എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കണം. എൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുവർട്ട് ആൻഡ് ജോയിൻസ് എന്നുള്ള ബുക്കും ഇത് വുളംസ് ആൻഡ് ബ്രൗൺസ്, അതിൽ നിന്നുള്ള പോയിന്റുകളാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. നൗ വി ക്യാൻ ഗോ ടു ദ ഫീഡ്ബാക്ക് ആൻഡ് ഇന്ററാക്ഷൻസ്. താങ്ക് യു. ഹലോ സർ, ഞാൻ ജസീന, MA സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. ഇഗ്നോ പ്രാക്ടിക്കലിന് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ സാർ ട്രാൻസാക്ഷണൽ അനാലിസിസ് എനിക്ക് അത്രക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാറിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഈ ഒരു സബ്ജക്ട് എന്താണ്, എങ്ങനെ ഇത് ഡയഗ്നോസിസിൽ യൂസ് ചെയ്യാം എന്നുള്ള നല്ലൊരു ബേസ് നമുക്ക് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. സാർ ഇത്രയും നല്ല വാല്യുബിൾ ആയിട്ട് ഇത്രയും നല്ല എഫക്റ്റീവ് ആയിട്ട് ഒരു സെഷൻ നമുക്ക് തന്നതിന് സാറിനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു.
താങ്ക് യു. താങ്ക് യു. ആരാണ് പറയുന്നത്? ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരന്റെ മനഃശാസ്ത്രമാണ്. നമുക്ക് മനസ്സിലാകാത്ത ഒന്നും ഇതിൻ്റെ അകത്തില്ല. തന്നെയുമല്ല, നമ്മൾ ചെയ്യാത്തതൊന്നുമില്ല. നമ്മളിതെല്ലാം ഈ പറയുന്ന രീതികളെല്ലാം നമ്മൾ അനുവർത്തിക്കുന്നതാണ്. സാറ് പറഞ്ഞ പോലെ ഒരു മാട്രിക്സ് നമ്മൾ ഫോം ചെയ്താൽ അതിൻ്റെ അകത്ത് ഈ നമ്മുടെ സാധാരണ രീതിയിലുള്ള പെരുമാറ്റ സ്വഭാവം അല്ലെങ്കിൽ സോഷ്യൽ ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കിയാൽ തന്നെ ഡയഗ്നോസിന്റെ പാർട്ടായി. ഇതിന് സത്യം പറഞ്ഞാൽ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ട്രാൻസാക്ഷൻ അനാലിസിസ് തന്നെ പറയുമ്പോൾ തന്നെ നമ്മളിൽ ചേഞ്ച് വരുത്തി മറ്റുള്ളവർ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിൽ ചേഞ്ച് വരുത്താൻ നമ്മൾ പഠിച്ചിരിക്കും. ആ ചേഞ്ച് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സൈക്കോളജിക്കലായിട്ട് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ അനാലിസിസിനെ കുറിച്ച് തന്നെയാണ് ഈ ചാനലിന്റെ. അപ്പൊ അതുകൊണ്ട് അതും ജോഷ് സാർ തന്നെ എനിക്ക് തോന്നുന്നു പല ക്ലാസ്സുകൾ സാറിന് എടുത്തിട്ടുണ്ട്. ക്ലാസ് വന്നായിരുന്നു, സിമ്പിൾ ആയിരുന്നു. നമുക്ക് നമ്മളെ അനാലിസ് ചെയ്യാനും മറ്റുള്ളവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാനും അത് കണക്കാക്കി ബിഹേവിയർ ചെയ്യാനും അത് ഒരു ലെവൽ വരെ ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്, അവർക്കൊക്കെ എൻ്റെ മോനിന് ഞാനിപ്പം ഈ പറഞ്ഞ പോലെ തെറാപ്പി കൊണ്ടുപോകുന്നുണ്ട്. അവൻ്റെ കുറെ ബേസിക് ക്യാരക്ടർ മാറ്റാനായിട്ട്. അപ്പൊ അതിന് എനിക്കിത് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് മാറും. എനിക്ക് മറ്റേ മെട്രിക്സ് ഒന്ന് ഇട്ട് തരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ രണ്ട് സാറ് തന്നെ ഡിസൈൻ ചെയ്ത് 2 മെട്രിക്സ് പറഞ്ഞത്, ആ 2 മെട്രിക്സും കൂടി നമുക്ക് ഒന്ന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലായിട്ടോ ചെയ്യുന്നത് നമുക്ക് അത് അനലൈസ് ചെയ്യാൻ എളുപ്പമായി സ്കോർ ചെയ്താൽ പറ്റും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു. വേറെ പറയുന്നേ? റോയ് സാർ പോയോ? റോയ് സാർ ഉണ്ടല്ലോ. മ്യൂട്ടാണ് റോയ് സാർ. റോയ് സാർ പറയും. നിസാം, അബ്ദുൾ റഹീം സാർ, മജ്ജോ, ബർസാദ് സാർ കേൾക്കാം, പ്രദീപ്. നമുക്ക് നമ്മളെ തന്നെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ഇതിനെ വേണം. നമ്മുടെ പാത്തോളജി, നമ്മുടെ കയ്യിലുള്ള ഈഗോ സ്റ്റേറ്റുകളുടെ സങ്കരത എന്ന് പറയും അല്ലെ, കണ്ടാമിനേഷൻസിനെ തിരിച്ചറിയുക. അപ്പൊ അതറിയാൻ വേണ്ടി നമുക്ക് നമ്മളിലുള്ള ഈ പറയുന്ന രീതികൾ ഉപയോഗിക്കാം. ആർക്കെങ്കിലും? മൊയ്തീൻ കുട്ടി സാറാണോ? റോയ് സാറും ഇല്ല. നിസാം, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഒന്ന് രണ്ട് റെസ്പോൺസുകൾ പറയൂ, അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ക്ലാസ്സിനെ കുറിച്ച് സംശയങ്ങളോ എന്നൊക്കെ ആകും. മാജോ പുതിയ ഒരു അതാണ്, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. മാജോക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നന്നായിരിക്കും. മെജോ, അതുപോലെ തന്നെ ബർസാദ് സാർ, ആരുടെ അൺമ്യൂട്ട് ചെയ്തു? അബ്ദുൾ റഹീം സാർ പറയും. യെസ് ഞാൻ പറയാം. സാറിന്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് ക്ലാസ് വളരെ ക്ലിയർ ആയിരുന്നു. കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് സാർ അവതരിപ്പിച്ചു, എല്ലാം മനസ്സിലായി. മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ തുടക്കത്തിൽ ഞാൻ പുറത്തായിരുന്നു. വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു റിസർച്ച് സ്കോളേഴ്സിന്. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ തല ചൊറിയുണ്ട്. അവന് ഞാൻ അങ്ങോട്ട് പറയണത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ വളരെ ലേസി ടൈപ്പ് ആളാണ്. ബാക്കിയുള്ളവരൊക്കെ കണ്ണും തുറപ്പിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഞങ്ങൾ ഇന്ന് ഇന്റർനാഷണൽ സെമിനാർ ഇന്നലെ മിനിഞ്ഞാന്ന് സെലിബ്രേറ്റ് ചെയ്തു, മ്യൂസിയം ഡേ സെലിബ്രേഷൻ. അതിൽ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയി. അപ്പൊ അതിനൊരു കൺഗ്രാജുലേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നിങ്ങളെ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നിങ്ങളെ റിസർച്ചിൽ ഓരോരോ സെക്കൻഡും നിങ്ങൾ ഉപയോഗപ്പെടുത്തി പോയാൽ, ഇന്നലെ ബർസാദ് സാർ പറഞ്ഞ ആ ക്ലാസ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അവിടെ ആവർത്തിച്ച് പറഞ്ഞ് വളരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ദഹിക്കണില്ല. അതായത് അവന് തോന്നുന്നു ഞാൻ ഇതിനൊന്നും പറ്റിയ ആളല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അവങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല ചൊറിയുന്നുണ്ട്.
അപ്പൊ എനിക്കിങ്ങനെ അത് സാറ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ അവര് ഫിസിക്കലായിട്ട് അവരിങ്ങനെ സൈക്കോളജിക്കലായിട്ട് അവരിങ്ങനെ പ്രകടിപ്പിക്കും അവരെ സ്വഭാവം എന്ന് പറഞ്ഞു. അതിങ്ങനെ എനിക്ക് അപ്പോൾ ഓർമ്മ വന്നു. എക്സാക്ട്ലി അതാണ്. എനിക്ക് അപ്പോഴും ആ ക്ലാസ് എടുക്കുമ്പോഴും എനിക്ക് മനസ്സിലായി, ഇപ്പൊ അത് പറഞ്ഞപ്പോൾ അതാണെന്ന് ഇങ്ങനെ മനസ്സിലായി, ആ സംഭവം അതാണെന്നുള്ളത്. അവരെ എക്സ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അവരെ ബിഹേവിയർ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കും. അവർക്കത് പറ്റുന്നില്ല എന്നുള്ളതോ, അവർക്കത് നമ്മളാ പറയുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നോ ബിഹേവിയർ കാണിക്കും എന്ന് സാർ എന്തോ ഒരു ടോപ്പിക്കിൽ ഒരു സ്ഥലത്ത് പറഞ്ഞല്ലോ. ബിഹേവിയറൽ ഡയഗ്നോസിസ് ആണ് നടത്തിയത്. റൈറ്റ്, ബിഹേവിയറൽ ഡയഗ്നോസിസ്. അപ്പൊ എക്സാക്ട്ലി അതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ബിഹേവിയറൽ ഡയഗ്നോസിസും കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തു ഇതാണ് സംഭവം എന്നുള്ളത്. അതിപ്പോ എക്സാക്ട്ലി എനിക്ക് അതാണ് സംഭവിച്ചതെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലായി. അപ്പോ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് റിസർച്ച് സ്കോളേഴ്സിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇതിനൊക്കെ ഈ കാര്യങ്ങൾക്ക് ഇതൊക്കെ അവരെ മനസ്സിലാക്കാനും, പിന്നെ അവർ ഇത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്തും. അവർ സെമിനാർ പ്രസന്റേഷൻ, 3 months പ്രോഗ്രസ് റിപ്പോർട്ട്, അതിൽ അവർ PPT പ്രസന്റ് ചെയ്യും. അപ്പൊ ഇതുണ്ടല്ലോ, ഈ ബോഡി ലാംഗ്വേജ്, പിന്നെ അവരെ കമ്മ്യൂണിക്കേഷൻ ടോണ്, കൺവേ ചെയ്യുന്ന മെസ്സേജ്, അപ്പൊ അതിലൊക്കെ സാറ് പറഞ്ഞില്ലേ 7%, 38% ഒക്കെയാണ് അതിന്റെ ഓരോന്നിനും ബോഡി ലാംഗ്വേജ് ആണ് കൂടുതൽ എന്നുള്ളതൊക്കെ. അപ്പൊ ഞങ്ങൾ പറയാറുണ്ട്, ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ഒക്കെ വേണം. നിങ്ങൾ വെറുതെ PPT കൊടുന്നുകാണ്ട് ആ ഡയസിൽ ഇരുന്നിട്ട് ബോഡി വെച്ചിട്ട് അതിങ്ങനെ വായിച്ചു പോയാൽ പോരാ. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം, ഐ കോണ്ടാക്ട് വേണം, ബോഡി ലാംഗ്വേജ് വേണം, അതിനൊക്കെ മാർക്ക് ഉണ്ട്, സൗണ്ട് മോഡുലേഷൻ മാർക്ക് ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിങ്ങനെ അവരെ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക്, എന്തിന് ഈ ഫ്യൂച്ചർ ടീച്ചേഴ്സ് ആവാനുള്ള ട്രെയിനിങ് ആണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാറ്റിനും മാർക്ക് കുറയും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവരെ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. താങ്ക് യു വെരി മച്ച് സർ. ശരിക്കും സാറേ, ഈ പറയുന്ന വ്യക്തിയുടെ ആ സ്വഭാവ വിശേഷത്തെ സാർ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിപ്പോ എനിക്ക് മനസ്സിലായത്. പക്ഷെ അവന്റെ ആ ബിഹേവിയർ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ മനസ്സിലായി, ഇവനത് പിടിക്കണില്ല. ബാക്കിയുള്ളവരൊക്കെ അവന് വളരെ ലേസി ടൈപ്പ് ആളാണ്. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പം സാറിന്റെ ആ ടോക്കിൽ ബിഹേവിയറൽ ഡയഗ്നോസിസിൽ ഒരു പ്രോബ്ലം കണ്ടെത്തി. ആ കണ്ടെത്തിയ പ്രോബ്ലത്തെ ഇനി നമ്മളെ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അത് ജോഷ് സാർ പറയും, എന്താണ് സാർ കുട്ടിയെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? പക്ഷെ അവനെ അവിടെ വെച്ചിട്ട് നമുക്ക് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അവനെ വിളിച്ചിട്ട് സാറ് പറയും എന്താ ഉദ്ദേശിച്ചത്? ഈ സാബു സാറ് പറഞ്ഞത്, നമ്മൾ ഡയഗ്നോസിസ് ചെയ്തു അവന്റെ ഈ പ്രോബ്ലം, അവന് ഇതൊക്കെ ഉള്ളത്. അപ്പൊ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ വിളിച്ച് പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന സബ്ജക്റ്റില്. അങ്ങനെ അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം പഠിക്കണം നമ്മൾ. ആദ്യം നമ്മൾ അവരുടെ സോഷ്യൽ ഡയഗ്നോസിസോ ഹിസ്റ്ററിക്കൽ ഡയഗ്നോസിസും ഫിനോമിനലിക്കൽ ഡയഗ്നോസിസ് ഒക്കെ നമ്മൾ ചെയ്യണവര് അവരുടെ പാസ്റ്റിൽ എന്താണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൻ എങ്ങനെ കിടക്കുന്നത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന്റെ ഇമോഷണൽ സൈഡിൽ ഉണ്ടാകും. അതെല്ലാം കൊണ്ടുവന്നിട്ട് വേണം നമ്മളത്. ദാദാഗിരി, പിന്നെ എങ്ങനെയെങ്കിലും ജുഹാഡില് അപ്പോയിന്റ്മെന്റ് പാട്ടുക, അങ്ങനെയൊന്നല്ലാതെ പഠിച്ചിട്ട് കിട്ടണം എന്നുള്ള ഒരു ഇതിനല്ല. അവന് റിസർച്ചിൽ ജോയിൻ ചെയ്ത് തന്നെ എന്തൊക്കെയോ എവിടേക്കോ ഒക്കെ കളി കളിച്ചിട്ടാണോ അത് പേഴ്സണാലിറ്റിയിലുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ പേഴ്സണാലിറ്റി പ്രോബ്ലം അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അണർത്ത് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കണം. ദിസ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ റിസർച്ച്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിലൊക്കെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി പങ്കെടുക്കണം. അങ്ങനെ ഇത് ട്രാൻസാക്ഷനിൽ കൂടെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നതിലൊക്കെ. ട്രാൻസാക്ഷൻ അനാലിസിസ് എല്ലാം ട്രാൻസാക്ഷണൽ കൗൺസിലിംഗ് ഉണ്ട് ഇതിൽ. ഇപ്പൊ നമുക്ക് 4 ബ്രാഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓർഗനൈസേഷൻ ബ്രാഞ്ച് ഉണ്ട്, കൗൺസിലിംഗ് ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ തെറാപ്പി ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഇതില് കൗൺസിലിംഗ് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതിലൂടെ കൊണ്ടുവരാം. അയാളെ കൗൺസിൽ ചെയ്ത് അയാളുടെ ഈ സംഗതികളെല്ലാം പുറത്തു കൊണ്ടുവന്ന് അയാളെ സെറ്റ് റൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആസ് എ ഫാക്കൽറ്റി യു കൻ ഡു ദാറ്റ്. സാർ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, സാർ ഇപ്പൊ അങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ പേഴ്സണാലിറ്റിയിൽ 3 തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യാം. ചിലപ്പം അഡൽട്ട് ആയിട്ട് നിന്നാൽ ചിലപ്പോൾ അയാളെ സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ സാറിന് പേരന്റ് ആകേണ്ടി വരും, ചിലപ്പോൾ സാറിന് ചൈൽഡ് ആകേണ്ടി വരും. അപ്പൊ ഏത് റിലേഷൻഷിപ്പാണ് അദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആണെന്ന് നമ്മളുടെ ഈഗോ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്ത് സാർ ആ വ്യക്തിയെ ടാക്കിൾ ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഞാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ പറഞ്ഞുതരാം.
ഞാൻ ഇവരോട് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ടീം സ്പിരിറ്റോട് കൂടിയിട്ട് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. ഒരു 4-5 കൊല്ലം മുമ്പ് ഞങ്ങള് ഒരു ഗാന്ധി ഫോർ ഓൾ എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറിന്റെ കൊളാബറേഷനിൽ. ആ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രോഗ്രാം വർക്ക്ഷോപ്പ് കുറെ പുറത്തുനിന്ന് ആളുകളൊക്കെ വരാനുള്ള വലിയ പരിപാടിയാണ്. അപ്പൊ അവർ ഈ നമ്മളെ സ്റ്റുഡൻസ്, റിസർച്ച് സ്കോളേഴ്സും സ്റ്റുഡൻസും ഒക്കെ പല മോഡലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഈ കുട്ടി ഒരു സാധനം വാങ്ങാൻ പോയപ്പോ ആക്സിഡന്റ് ആയിക്കാണ്ട് വേറൊരു കുട്ടിയിട്ടാ, ആ കുട്ടി നിത എന്ന് പറഞ്ഞ പെൺകുട്ടി, അവളെ കാല് ഫ്രാക്ചർ ആയിട്ട് ഈ കുട്ടി ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് നേരെ വരുന്നത് ഈ ലാബിക്കാണ്. ലാബിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, പോയി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉപദേശിച്ചു. കുട്ടി സമ്മതിക്കണില്ല. ഞാൻ ഈ ഗ്രൂപ്പിന്റെ ലീഡറാണ്, ഞാൻ പോയി കഴിഞ്ഞതൊക്കെ കൊളാവും, അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റർ ഇട്ട കാലും വെച്ച് രാത്രി 12 മണി വരെ ലാബിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അതാണ് അവര് ആത്മാർത്ഥ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് അങ്ങനെ കുട്ടികളെ അങ്ങനെയും കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ഈ കാലം പ്ലാസ്റ്റർ ഇട്ട് നെക്സ്റ്റ് ഡേ വർക്ക്ഷോപ്പിൽ ഫുൾ ടൈം അവിടെ വന്നിരിക്കുകയാണ്. അതാണ്. അപ്പൊ നമുക്ക് ഏത് വർക്ക് ചെയ്യാത്ത കുട്ടികളെയും എത്രയും വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയും, അവർക്ക് മോട്ടിവേഷനും സ്പിരിറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ മറ്റുള്ള കുട്ടികള് സാധാരണ ഉച്ചക്ക് 2 മണിക്ക് ഓടിപ്പോകുന്ന കുട്ടികള് പറയല്ല 6 മണി വരെ എനിക്ക് വർക്ക് ചെയ്യണം, പെർമിഷൻ തരണം എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം 6 മണി വരെ വർക്ക് ചെയ്യുക. സാധാരണ 5 മണി ക്ലോസ് ചെയ്യുന്നതാണ്, 6 മണി കൊടുത്തു. അവസാനത്തെ തലേ ദിവസം പറയണത് ഞങ്ങൾക്ക് രാത്രി 12 മണി വരെ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ തരണം എന്ന്. അപ്പൊ എന്താണ്, അപ്പൊ നമ്മള് അവസരം ഉണ്ടായി കൊടുക്കുമ്പോ അവരെ സ്പിരിറ്റ്, ഒരു ജുനൂൻ എന്ന് പറയും, അതായത് ഒരു എന്താ പറയാ, ഭയങ്കര ഇച്ഛാശക്തിയോട് കൂടി വർക്ക് ചെയ്യാൻ ഒരു സ്പിരിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ അവസരം കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ഓടിപ്പോവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. മേജോ അൺമ്യൂട്ട് ചെയ്തല്ലോ. മേജോ അതെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തു. താങ്ക് യു ജോഷി, ഡോക്ടർ ജോഷി, താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. ഞാൻ ഇവിടെ ഐ എം ജസ്റ്റ് ടേക്കിംഗ് 2-3 minutes. ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ഞാൻ ആക്സിഡന്റലി വന്ന് പെട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ എന്റെ മോള് MSc സൈക്കോളജി ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവൾക്ക് റെക്കമെൻഡ് ചെയ്തു, യു ലിസൺ ടു ജോഷേട്ടൻസ് ക്ലാസ്. So she was there, but she left. അവൾക്ക് വേറെ എന്തോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് ഒരു 15 minutes she was there, and when I was interacting with her during the course, the webinar itself, she was saying yes, it is good. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം യെസ്, ജോഷേട്ടൻ വിളിച്ചു, ഞാൻ വന്നു, വെരി ഗുഡ്. ഞാൻ ഇതിന്റെ മേ ബി ഇൻ എ ബഡിങ് സ്റ്റേജ്. ഞാനൊരു എംപ്ലോയിഡ് പേഴ്സൺ ആണ്, വർക്കിംഗ് ഇൻ അറ്റ് മസ്കറ്റ് നൗ. ഞാൻ ഇപ്പോ ഗൾഫിലാണുള്ളത്. എന്റെ ഫീൽഡ് മോർ ഓഫ് മാനേജറിയൽ പോസ്റ്റ് ആണ്. ജോബില് തേർഡ് പാർട്ടി ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നു. സോ എനിക്ക് തോന്നണേ എനിക്കും നിങ്ങളൊക്കെ പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഡിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിൻ്റെതായ കുറെ എക്സ്പ്ലനേഷൻസ് ആണ് ജോഷേട്ടൻ ഈ ഒരു 30-45 മിനിറ്റ്സോളം പറഞ്ഞത്. ആ ബേസിക് ഈഗോയിസം, ഇതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഇറ്റ്സ് റിയലി ഒരു ലേമാനും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന പോലെയാണ് ജോഷേട്ടൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. സോ വൺസ് അഗൈൻ താങ്ക്സ് ടു വൺ ആൻഡ് താങ്ക്സ് ടു ഓൾ. കീപ് ഇറ്റ് അപ്പ് ജോഷേട്ടൻ. നമ്മുടെ ചാനല് ഏകദേശം 1000-ലധികം ദിവസമായി ഇതുപോലത്തെ പ്രോഗ്രാംസ് ഡെയിലി ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 7 മണിക്കുണ്ട്. കൂടുതലും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് മാത്രമല്ല സോഷ്യൽ അവയർനെസ്സിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ടിയുടെ ഒക്കെ ഏകദേശം ഒരു 10-40 ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ആ പോസ്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ട്. യൂട്യൂബ് ചാനലും എല്ലാം ഉണ്ട്, ഒന്ന് നോക്കുള്ളൂ. മോളോടൊന്ന് പറയും ഇടയ്ക്കൊന്ന് കയറിക്കൊള്ളാൻ, കാരണം എല്ലാ ടൈപ്പിലുള്ള സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഷുവർ. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും? മൊയ്തീൻകുട്ടി സാറാണോ? റോയ് സാർ എത്തിയോ? ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ ആണോ? യെസ്, ഷുവർ, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ റെഗുലർലി കേൾക്കാറില്ല, എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ സെഷൻസിൽ കയറാറുണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ ടോപ്പിക് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ സൈക്കോളജി ഒരു പേപ്പർ പോലും പഠിച്ചിട്ടില്ല. അപ്പൊ ഇത് മനസ്സിലാവോ എന്തായിരിക്കും എന്നൊരു ഡൗട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഈ സെഷന് കയറിയത്. പക്ഷെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പറയുന്ന പോയിന്റ്സ് സൈക്കോളജി പഠിക്കാത്ത ഒരാൾക്കും ക്ലിയർ ആയിട്ട് പോയിന്റ്സ് മനസ്സിലാവുന്നുണ്ട്.
അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. Thank you, Rose. അതാണ് ഈ സാധാരണക്കാരന്റെ മനഃശാസ്ത്രം എന്ന് ഈ സബ്ജക്റ്റിന് പേരിട്ടിരിക്കുന്നത്. ലേമാൻ സൈക്കോളജി എന്നാണ് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതൊരു തിയറട്ടിക്കൽ അടിസ്ഥാനത്തിൽ റിഗ്ബേൺ ഡെവലപ്പ് ചെയ്ത് നമ്മുടെയൊക്കെ നല്ല പ്രായം കഴിയുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എനിത്തിങ് എൽസ്? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു ജോഷ് സാർ, വളരെ മനോഹരമായി, വളരെ സിമ്പിളായി നമ്മളെ എങ്ങനെ കൂടുതൽ വിലയിരുത്തണം എന്ന് അല്ലെ നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി അബ്ദുറഹീം സാർ പറഞ്ഞ പോലെ സാറിന് മനസ്സിലായി ആ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന്. പക്ഷെ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സെറ്റിൽ ആകണം, നമ്മൾ ആ കുട്ടിയുടെ ലെവലിലേക്ക് എത്തണം. അപ്പൊ അതിന് നമ്മൾ ഈഗോ സ്റ്റേറ്റിനെ നമ്മൾ എന്താ പറയുന്നത് ബാർഗെയിൻ ചെയ്യണം. ആ ഈഗോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗോ സ്റ്റേറ്റിലേക്ക് നമ്മളെത്തി അവരെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതിനുള്ള ഒരു മനക്കരുത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കോംപ്രമൈസ് നമുക്കുണ്ടെങ്കിൽ ഈ പ്രോസസ് ഇത് തന്നെയാണ് ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്നത് എല്ലായിടത്തും അല്ലെ, മക്കളോടാണെങ്കിലും പാർട്ട്ണറോടാണെങ്കിലും സോഷ്യലായിട്ടാണെങ്കിലും ബോസിനോടാണെങ്കിലും സബോർഡിനേറ്റോടൊക്കെ ചെയ്യുന്ന ഈ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ അതിനെ കുറച്ചും കൂടെ എന്താ പറയുന്നത് ബോധപൂർവമായ ഒരറിവിലൂടെ അവയർനെസിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും ലൈഫിനെ നമുക്ക് കൂടുതൽ പറ്റും. ഓക്കെ, റോയ് സാർ പറയൂ. സാർ മ്യൂട്ടാണ്. ഇപ്പൊ ഇൻട്രക്ഷൻ വന്നു, ഒരാള് വന്നു, ഗസ്റ്റ് വന്നു. ഓക്കെ, അപ്പൊ ഞാന് സാറിന്റെ ഡയഗ്നോസിങ് ആണല്ലോ സാറിന്റെ ഒരു ഇതിലെ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പൊ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി എനിക്ക് ശ്രദ്ധിക്കാൻ തന്നെ. അപ്പൊ അതിനിടയ്ക്ക് സാറ് ബിഹേവിയറിലും സോഷ്യലും ഹിസ്റ്റോറിക്കലും ഫിനോമിനലും ഒക്കെ വളരെ ഭംഗിയായിട്ട് സാർ അത് പ്രസന്റ് ചെയ്യും. അപ്പോ ഈ ടി എ നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ കുറേയും കൂടി ഞാനത് ആദ്യം ഒന്നും പ്രതികരിക്കാതെ തന്നെ, കാരണം ടി എ മനസ്സിലാക്കാത്ത ആൾക്കാരും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ കയറി ഉത്തരം അങ്ങ് പറഞ്ഞ് അങ്ങ് പോവും, അതുകൊണ്ട് മിണ്ടാതിരിക്കുക. എങ്കിലും ആരും ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് വന്നപ്പോഴത്തേക്കും സാറിന്റെ ക്ലാസ് തന്നെ ഒരു മൊണോട്ടണസ് ആയിട്ട് പോകുന്ന പോലെ വരുമല്ലോ സാറിന് തോന്നിക്കൊണ്ടാണ് ഞാൻ പിന്നെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയത്. ഏതായാലും സാറിന്റെ അപ്രോച്ചും ടി എയുടെ ഓരോരുത്തർ പ്രസന്റ് ചെയ്യുന്ന ടി എയുടെ കാര്യങ്ങൾക്ക് വ്യത്യസ്തമാണ്. സാറിന്റെ അപ്രോച്ച് ഒരു പ്രത്യേക സ്റ്റൈലിലായി, അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ അത് വളരെയധികം എൻജോയബിൾ ആയിരുന്നു. അത് തന്നെയല്ല, സാറ് വരച്ച ആ ചാർട്ടൊക്കെ ഉണ്ടല്ലോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓരോ ഓർഗനൈസ് ചെയ്യുന്ന പേരന്റ് അടുത്ത ഇതെല്ലാം ക്രിട്ടിക്കൽ പേരന്റിന്റെ മറ്റേ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ള പിക്ചേഴ്സ് അതും ഒക്കെ ഭംഗിയായി. ഓക്കെ സാർ, എനിക്ക് വളരെയധികം എൻജോയബിൾ ആയിട്ട് തോന്നി. ഇങ്ങനെ വേണം പ്രസന്റ് ചെയ്യാൻ. അതിന് വേറൊരു നോവൽറ്റി ഉണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ജോഷ് സാർ. ഒരിക്കൽ കൂടി ഇതുപോലത്തെ ക്ലാസ്സുകൾ വീണ്ടും എടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. സാറ് ഇതിന്റെ ഒരു സ്റ്റഡിയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ടോപ്പിക്കുകൾ തീർച്ചയായിട്ടും വളരെ പ്രായോഗിക തലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സാറ് കാണിച്ച ഒത്തിരി ചിത്രങ്ങൾ, പേരന്റിന്റെ സ്റ്റൈൽ, അഡൽട്ടിന്റെ സ്റ്റൈല്, ഒരു ചൈൽഡിന്റെ രീതി, എങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റെഡിയായി വരും. സോ അതിന് തീർച്ചയായിട്ടും അത് ഗുണപ്രദമായി. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. നാളെ ദിവസം നമ്മൾ കഥയിലും ഉണ്ടൊരു കാര്യം. കഥയാണ് കഴിഞ്ഞ ആഴ്ചത്തെ കഥ ജോഷ് സാർ തന്നെയാണ് പറഞ്ഞത്. 6 കഥകൾ, ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്ന 6 കഥകളിലൂടെയാണ് അത് കൊണ്ടുപോയത്. അപ്പൊ നാളെ മറ്റൊരു കഥാകാരനിലൂടെ നമുക്ക് കൊണ്ടുപോകും. സോ ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. Good night.